മൈ വേ ബൈ കല്യാണി. കഴിഞ്ഞ ദിവസം കല്യാണി റിലേറ്റഡ് ആയിട്ടുള്ള കോണ്ടന്റ് നമ്മൾ ചെയ്തതാണ്. ഇപ്പോൾ കല്യാണി തന്നെ ലോങ് വീഡിയോ ഇട്ടിട്ട് അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ, ഓക്കെ, ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞതിനേക്കാൾ കൂടുതൽ കുറച്ചും കൂടിയും അവരുടെ ഇഷ്യൂസ് എന്താണെന്നുള്ളത് കൃത്യമായി വന്നവരവരുടെ വീഡിയോയിൽ പറയുന്നുണ്ട്. ഇതിനിടയിൽ ഈ ക്ലിനിക്ക് ഏതാണെന്നും ഈ ഡോക്ടർ ഏതാണെന്നുള്ളതൊക്കെ റിവീൽ ആയിട്ടുണ്ടായിരുന്നു. ബൈ ദ വേ അവരുടെ ഒരു കൊമൻറ്റ് റിപ്ലൈ, അവരുടെ വീഡിയോയിൽ വന്നൊരു കൊമൻറ്റും അതിന് ഇവരിട്ട് റിപ്ലൈയിൽ നിന്ന് തന്നെയാണ് ആളുകൾക്ക് ഈ ഒരു സ്ഥാപനം ഏതാണെന്ന് മനസ്സിലായത്. ഓക്കെ, അപ്പം അങ്ങനെ ആ ഡോക്ടറുമായിട്ടൊരു യൂട്യൂബ് ചാനലിലുള്ള വ്യക്തി സംസാരിച്ചതിൻ്റെ ബിയോണ്ട് ദ സീൻ ബൈ അക്കൂസ് എന്ന് പറഞ്ഞുള്ള ചാനലിൽ ഒരു വ്യക്തി സംസാരിച്ചതിൻ്റെ ആ ഡോക്ടറുടെ വോയിസ് പുറത്ത് വന്നിട്ടുണ്ട്. അങ്ങനെ കുറേയധികം കാര്യങ്ങൾ ഇപ്പോൾ നമുക്ക് നമ്മുടെ ഡിസ്കഷനിലേക്ക് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. ഫൈൻ, ആദ്യം നമുക്ക് നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്ത കല്യാണിയുടെ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ എല്ലാവരും ദ മോസ്റ്റ് അവൈറ്റഡ് ലോങ് വീഡിയോ ബൈ കല്യാണി, അതും തന്നെ നമുക്ക് നമ്മുടെ ഒപ്പീനിയൻ പറഞ്ഞു തുടങ്ങാം. അതിനുശേഷം നമുക്ക് ഈ ഡോക്ടർ ഈ വിഷയത്തിൽ സംസാരിച്ചതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ എടുത്ത് നോക്കാം. ഫൈൻ, ആദ്യം തന്നെ നമുക്ക് കല്യാണിയുടെ വീഡിയോ. അവര് പറഞ്ഞേക്കുന്നത് ആ ഒരു വോയിസ് ക്ലിപ്പിൽ അവര് പരാതി കൊടുത്തിട്ട് പിറ്റേ ദിവസം നമ്മൾ കൊണ്ടുപോയി, അവര് പരാതി കൊടുത്തതിന് ശേഷം പിറ്റേ ദിവസം നമ്മൾ കൊണ്ടുപോയി പരാതി കൊടുത്തു. ആ പരാതിയുടെ ബേസ് ആയിട്ടാണ് നമ്മൾ അവിടെ ചെന്ന കാര്യങ്ങളൊക്കെയാണ് അവര് പറഞ്ഞേക്കുന്നത്. അപ്പോ നമ്മൾ കൊടുത്തേക്കുന്ന പരാതിയുടെ പേപ്പറാണിത് കേട്ടോ. അപ്പൊ അതിൻ്റെ അകത്തെ ഡേറ്റ് നിങ്ങൾ ശ്രദ്ധിച്ചോ. 1-ാം തീയതിയാണ് നമ്മൾ പരാതി കൊടുത്തേക്കുന്നത്, രജിസ്റ്റർ ചെയ്തേക്കുന്നത്. അപ്പൊ അവര് കൊടുത്തേക്കുന്നത് നമ്മൾ 1-ാം തീയതി തന്നെയാണ് ഈ ക്ലിനിക്കിൽ വിസിറ്റ് ചെയ്തത്. അതായത് എന്റെ ട്രീറ്റ്മെന്റിന്റെ രേഖകൾ വേണമെന്നും പിന്നെ ബില്ല് വേണമെന്നും മാത്രമാണ് നമ്മൾ ആവശ്യപ്പെട്ടത്. അതിനപ്പുറത്തോട്ട് മറ്റൊന്നും നമ്മൾ ആവശ്യപ്പെട്ടിട്ടില്ല. ചെറിയ ക്ലിപ്സ് ഞാൻ ഇവിടെ കൊടുക്കാട്ടോ. അത് അങ്ങനല്ലല്ലോ ഞാൻ ഒരു ഷോപ്പിംഗ് റിലയൻസിന്റെ ജിയോ മാർട്ടിൽ ചെന്നിട്ട് മേടിച്ചിട്ട് ഞാൻ മുംബൈയിൽ റിലയൻസിന്റെ കോർപ്പറേറ്റ് ഓഫീസിൽ പോയി ബില്ല് മേടിക്കാൻ പറ്റും. അത് ഇവിടെ പൈസ അടയ്ക്കണമെങ്കിൽ ഇവിടെ ബില്ല് പ്രൊവൈഡ് ചെയ്യണം. അങ്ങനല്ലേ സ്ഥാപനം റൺ ചെയ്ത് കൊണ്ടുപോകാൻ. മേഡം അല്ല, പഴയതിലോട്ട് പോകണ്ട. ഫയൽ ഇവിടെ ഉണ്ട്. ഞാൻ കാര്യം കേട്ടെ, ഈ ഫയൽ തരാനും ബില്ല് തരാനും എല്ലാം കേട്ടോ എല്ലാം മേഡം ഇത്രയും ഡിലേ ആക്കിയത്. അപ്പൊ ഇതിനകത്ത് കള്ളത്തരമില്ലെങ്കിൽ, ഞാൻ ഇത്രയും ചോദ്യമില്ല, കള്ളത്തരമില്ലെങ്കിൽ ഇന്ന നിന്റെ ബില്ല് എന്ന് പറഞ്ഞ് എനിക്ക് തരാമല്ലോ. കേട്ടോ, ഇത്രയും ബില്ല് ഇത്രയും മതി, അങ്ങനെ മതി. ബില്ലില്ല, ഫയലില്ല, എല്ലാം അപ്പോൾ വീഡിയോയിൽ പറയുന്നത് നമ്മൾ മെറ്റാ ഗ്ലാസ് വെച്ച് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തു, ബഹളം വെച്ചു, ആകെ അവിടെ ഇങ്ങനെ കച്ചറയാക്കി എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഓൾറെഡി നമ്മൾ ബില്ല് ചോദിക്കുന്നുണ്ട്, ഫയൽ ചോദിക്കുന്നുണ്ട്, അതിന് മെയിൽ അയക്കുന്നുണ്ട്, അവരോട് ചോദിക്കുന്നുണ്ട്. അവർ വാട്സപ്പിൽ ബില്ല് റിപ്ലൈ തന്നിട്ടുണ്ട്. അതായത് ഞാൻ മുടക്കിയേക്കുന്നത് ഒരു 6 അക്ക സംഖ്യയാണ്. അതും നല്ല വലിയൊരു 6 അക്ക സംഖ്യയാണ് ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് ഫുൾ പ്രൂഫ്, അതായത് ഗൂഗിൾ പേന്ന് മാത്രമേ ഞാൻ പേ ചെയ്തിട്ടുള്ളൂ. 6 അക്ക സംഖ്യയാണ് എൻ്റെ കയ്യിൽ നിന്ന് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ മെറ്റാ ഗ്ലാസ് വെച്ച് ഷൂട്ട് ചെയ്തു എന്നുള്ളത് ഇപ്പം ഇതിൽ വളരെ എവിഡൻ്റ് ആണ്. പക്ഷേ ഈ ഡോക്ടർ ഒരു യൂട്യൂബ് ചാനലിനോട് ഞാൻ നേരത്തെ സംസാരിച്ചു എന്ന് പറഞ്ഞതിൽ ഇവരുടെ ഹസ്ബൻഡ് മെറ്റാ ഗ്ലാസ് വെച്ച് അതിലൂടെ ഇറങ്ങി ഓടി പല റൂമിലും കയറി എന്നൊക്കെയുള്ളൊരു വേർഷനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതൊക്കെ നമുക്ക് വെച്ച് പറയാം, സംസാരിക്കാം. ഇവരിപ്പോൾ ഈ വെച്ച ക്ലിപ്പിൽ നിന്ന് എനിക്ക് മനസ്സിലായൊരു കാര്യം, ഇപ്പം ഞാൻ ഒരു ഹോസ്പിറ്റൽ ഓർ ഏതൊരു സ്ഥാപനമാകട്ടെ, ഞാൻ കയറി ചെന്ന് ഞാൻ ബില്ല് ചോദിക്കുകയാണ്. ഓക്കെ, ഞാൻ അവിടെ സ്പെൻഡ് ചെയ്ത എമൗണ്ടിൻ്റെ ബില്ല് അത് ജനറേറ്റ് ചെയ്യാൻ അവർക്ക് വലിയ പാടൊന്നും കാണില്ല. ഓക്കെ, എന്നെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒബ്സർവേഷൻസ്, എൻ്റെ ഹിസ്റ്ററി, കാര്യങ്ങളൊക്കെ മേ ബി ഈ ഡോക്ടറുടെ ഫയലിലായിരിക്കാം. ആ ഡോക്ടർ ചിലപ്പോൾ ആ ഫയൽ കൊണ്ടുപോയിരിക്കാം, ദാറ്റ്സ് ഫൈൻ. പക്ഷെ ബില്ല് എന്ന് പറഞ്ഞ സാധനം, ഇപ്പം ഞാനിവിടെ മലപ്പുറത്തൊരു സ്ഥാപനത്തിലാണെങ്കിൽ ആ സ്ഥാപനത്തിലായിരിക്കും അതിൻ്റെ ബില്ലുണ്ടാവുക, അല്ലേ? സെൻട്രലൈസ്ഡ് സിസ്റ്റം ആണെങ്കിൽ പോലും മലപ്പുറത്തെ ഈ ഒരു പെർട്ടിക്കുലർ സ്ഥാപനത്തിലെ
കമ്പ്യൂട്ടറിനകത്ത് ഞാൻ സ്പെൻഡ് ചെയ്ത ബില്ലുകൾ അവിടെ എന്താണെങ്കിലും കാണും. കാരണം അത് ആ ഷോപ്പിൽ ആ ഒരു ബ്രാഞ്ചിലെ ഓഡിറ്റാണ് ആ ബില്ലെന്ന് പറയുന്നത്. ഫൈൻ. ആ ബില്ല് എന്തുകൊണ്ട് ഇവർ പ്രൊവൈഡ് ചെയ്തില്ല? കാരണം ഇതിൽ വളരെ എവിഡൻ്റ് ആണ്, ആ ബില്ല് അവർ കൊടുക്കാത്തതുകൊണ്ടാണ്. ബിൽ വി വിൽ പ്രൊവൈഡ്. പിന്നെ ഈ രോഗിയുടെ ഡാറ്റാ ബേസ് ഡോക്ടർ കൊണ്ടുപോയി. ഓക്കെ, അപ്പം അങ്ങനെ ആ ഒരു സാധനം ലൈക്ക് എന്താ പറയുക, ഇവർ ഈ പറഞ്ഞ പോലും വല്ല ഇത് കൊടുത്തില്ല എന്നുള്ളത് തന്നെയാണ് ഇതിൽ നിന്ന് എനിക്ക് പേഴ്സണലി മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഓക്കെ, ചില ബില്ലുകൾ കൊടുത്തിട്ടുണ്ട്, കംപ്ലീറ്റ് ബില്ലാണ് ഇവർ ചോദിച്ചിട്ടുള്ളത്. ആ കംപ്ലീറ്റ് ബില്ല് കൊടുക്കാത്തതുകൊണ്ടാണല്ലോ അത് തരാം, ടൈം വേണമെന്ന് പറയുന്നത്. അറ്റ്ലീസ്റ്റ് ആ ബില്ല് കൊടുക്കുന്നതിൽ ഇവർക്ക് എന്തായിരുന്നു ഇഷ്യൂ എന്നുള്ളത് ഈ ക്ലിനിക്കുകാർ അഡ്രസ്സ് ചെയ്യണം. ഓക്കെ, ഈ രോഗിയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് മേ ബി ഡോക്ടർ രോഗിക്ക് നേരിട്ട് കൊടുക്കും, അല്ലെങ്കിൽ നേരിട്ട് ഹാൻഡ് ഓവർ ചെയ്യാം, അല്ലെങ്കിൽ അത് അപ് ടു ദ ഡോക്ടർ. ഫൈൻ. രോഗി റിക്വസ്റ്റ് ചെയ്താൽ അത് കൊടുക്കണം എന്ന് തന്നെയാണ്. ബട്ട് അതിന് ടൈം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ടേക്സ് ടൈം എന്ന് പറയാം. അതിലൊരു ക്ലാരിറ്റി ഉണ്ട്. പക്ഷെ ബില്ല് കൊടുക്കുന്നതിൽ എന്തുകൊണ്ട് ഈ വിഷയം ഉണ്ടായി എന്നുള്ളതിന് ക്ലിയർ കട്ടായിട്ടുള്ള ഒരു വേർഷൻ ക്ലിനിക്കിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടിയേ പറ്റൂ. ഓക്കെ, അടുത്ത ക്ലിപ്പ് കാണാം. അതിന്റെ പേയ്മെന്റ്, അതിന്റെ ഹിസ്റ്ററി, അതായത് അവരോട് ബില്ല് ചോദിച്ചപ്പോൾ അവർ തന്നേക്കുന്നത് അതിന്റെ പകുതിയുടെ പൈസയാണ് തന്നേക്കുന്നത് ബില്ല്. ബാക്കി പൈസ എവിടെ പോയി? ബാക്കി എന്തുകൊണ്ട് അവർ ബില്ല് ചെയ്തത്? എനിക്ക് ബില്ല് തരുന്നില്ല, അത്രേ ഉള്ളൂ നമ്മുടെ കൺസേൺ. നമുക്ക് എന്തുകൊണ്ട് ബില്ല് തരുന്നില്ല? ഓൾറെഡി ഞാനാണ് എഫക്റ്റഡ് ആയിട്ടിരിക്കുന്നത്, എനിക്ക് എൻ്റെ ബില്ല് കിട്ടുന്നില്ല, ഫയല് കിട്ടുന്നില്ല. അറ്റ്ലീസ്റ്റ് ആ ഫയലിന്റെ കോപ്പി മതി നമുക്ക്. കാരണം ഇവരിനി അത് പേപ്പർ മാറ്റി എഡിറ്റ് ചെയ്ത് ഇനി എന്തൊക്കെ എഴുതി ചേർക്കും, എന്തൊക്കെ അതിലിനി മാറ്റം വരുത്തുമെന്ന് എനിക്കറിയില്ല. കാരണം അതിൽ ഓൾറെഡി നമ്മൾ അവരുടെ ക്ലിനിക്കിന്റെ പേപ്പർ അതിൽ എഴുതിയത് മാത്രമേ ഉള്ളൂ. ആക്ച്വലി ഒരു കമ്പ്യൂട്ടർ റെക്കോർഡ് ഉണ്ടായിരുന്നെങ്കിൽ ഓക്കെ, നമുക്കതിൽ എഡിറ്റ് ചെയ്താലോ എന്തെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാം, കുഴപ്പമില്ല. പക്ഷെ ഇത് സുഖമായിട്ട് മാറ്റാം. ഇനി എന്തൊക്കെയാണോ അതിൽ എഴുതി ചേർക്കുന്നത് എന്താണെന്നോ ഒന്നും എനിക്ക് ഒരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് നമ്മൾ അറ്റ്ലീസ്റ്റ് ആ ഫയലിന്റെ കോപ്പിയോ ഒന്ന് പ്രൊവൈഡ് ചെയ്യാൻ പറഞ്ഞത്. ജസ്റ്റ് ഞങ്ങൾക്ക് ഫോട്ടോസ് എടുത്താൽ മാത്രം മതിയായിരുന്നു, അല്ലെങ്കിൽ നമുക്ക് ഒരു കോപ്പി, അതിന്റെ ഒരു ഹാർഡ് കോപ്പി തന്നാൽ മതിയായിരുന്നു. ലക്ഷക്കണക്കിന് രൂപ ഇവരവിടെ സ്പെൻഡ് ചെയ്തു ഇവരുടെ സംസാരത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്. പക്ഷേ ഇവർ സ്പെൻഡ് ചെയ്ത എമൗണ്ട്, ഓക്കെ, ആ എമൗണ്ട് അല്ല ബില്ലിൽ റിഫ്ലക്റ്റ് ആവുന്നത്. അതാണ് ഇവരുടെ കൺസേൺ എന്നാണ് ഇവർ പറയുന്നത്. ഞാനൊരു ലെറ്റ്സ് ഒരു 5 ലക്ഷം 10 ലക്ഷം രൂപയുടെ ഒരു ട്രീറ്റ്മെൻറ്റ് എടുത്തു. ബില്ല് ടോട്ടൽ കൗണ്ട് ചെയ്ത് എനിക്ക് കിട്ടിയ ബില്ല് ഞാൻ കൗണ്ട് ചെയ്ത് നോക്കുമ്പോൾ അതിനകത്ത് വെറും 1 ലക്ഷം 2 ലക്ഷം രൂപയുടെ മാത്രം ബില്ലേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അതൊരു കൺസേൺ ആയിട്ട് എനിക്ക് എടുത്തൂടെ? കാരണം ഞാൻ എൻ്റെ ഗൂഗിൾ പേ വഴിയോ അല്ലെങ്കിൽ എൻ്റെ അക്കൗണ്ട് വഴിയോ ഞാൻ ട്രാൻസ്ഫർ ചെയ്തൊരു എമൗണ്ടും ഈ പറഞ്ഞ ബില്ല് എനിക്ക് തരുന്ന എമൗണ്ട് നമ്മൾ ടാലി ആവുന്നില്ലെങ്കിൽ അതൊരു കാര്യമാണ്. പിന്നെ ഇവരുടെ ഒരു കൺസേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഈ പറഞ്ഞ റെക്കോർഡ്സ്, മെഡിക്കൽ റെക്കോർഡ്സ് ഇവർക്ക് ഈ ബില്ല് ടാലി ആവാതായപ്പോൾ ഈ മെഡിക്കൽ റെക്കോർഡ്സിനകത്ത് ഇനി ഇവരെന്തെങ്കിലും മാനിപ്പുലേഷൻ നടത്തുമോ എന്നുള്ള കാരണം കൊണ്ടാണ് ഇവർ മെഡിക്കൽ റെക്കോർഡ്സ് ചോദിച്ചതെന്നുള്ളതാണ് ഇതെന്ന് വ്യക്തമാകുന്നത്. അപ്പോൾ ഇവരുടെ ഒരു കൺസേൺ ഈ മെഡിക്കൽ റെക്കോർഡ്സിനകത്ത് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ എഴുതി ചേർത്താൽ, എന്തെങ്കിലും വേറെ ട്രീറ്റ്മെൻറ്റുകളെ കുറിച്ചോ ട്രീറ്റ്മെൻറ്റ് എടുത്തതിനെ കുറിച്ചോ എഴുതി ചേർത്താൽ എന്ത് ചെയ്യാൻ പറ്റും? ഇതൊക്കെ അവർ പറഞ്ഞ കൺസേൺസ് ഉള്ളത് തന്നെയാണ്. ഇല്ല എന്ന് പറഞ്ഞിട്ട് ആർക്കും അവരെ ഇഗ്നോർ ചെയ്ത് കളയാൻ പറ്റില്ല. പിന്നെ ലക്ഷക്കണക്കിന് രൂപ ബ്യൂട്ടി പ്രൊഡക്ട്സ് വെച്ച് ഞാൻ ഇങ്ങനെയായി എന്ന് പറയുന്ന ക്രിയേറ്റർ ഒരു ഡെർമറ്റോളജിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ടോ അല്ലെങ്കിൽ ഒരു കോസ്മെറ്റോളജിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ടോ ഇങ്ങനത്തെ ഒരു ക്ലിനിക്കിൽ ചെന്ന് കളയേണ്ട കാര്യമുണ്ടോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഇറലവൻ്റ്. കാരണം ഞാൻ ഇന്നലത്തെ വീഡിയോ തന്നെ വളരെ എവിഡൻ്റ് ആയിട്ട് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ കാണുന്ന ഒരു ബ്യൂട്ടി പ്രൊഡക്ട്സ് പ്രൊമോട്ട് ചെയ്യുന്ന ഇങ്ങനത്തെ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഓർ ഇൻഫ്ലുവൻസേഴ്സ് ഇവരാരും ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചത് കൊണ്ടല്ല ഇതുപോലെ ആവുന്നത് എന്നുള്ളത്. അവരിതേപോലുള്ള ഡോക്ടേഴ്സ് ക്ലിനിക്കിൻ്റെ അടുത്തൊക്കെ പോയി അവരവിടുന്ന് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത് കൊണ്ട്, ലക്ഷങ്ങൾ പൊട്ടിച്ച് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത് കൊണ്ടാണ് അവർ നിങ്ങളുടെ മുന്നിൽ ഗ്ലോ ചെയ്ത് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ചോദ്യം വെറുതെ ചോദിക്കാന്നുള്ളൂ, ചോദിച്ചിട്ട് ഒരു കാര്യമില്ല. അവർ സോഷ്യൽ മീഡിയ വഴി കാശുണ്ടാക്കുന്നു, അവരത് ക്ലിനിക്കിൽ പോയി സ്പെൻഡ് ചെയ്യുന്നു, അവർ ഗ്ലോ ആവുന്നു, തിരിച്ചു വരുന്നു, എഗെയിൻ സോഷ്യൽ മീഡിയയിൽ കാശ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്രൊഡക്റ്റ് കൊണ്ടാണ് ഗ്ലോ ആയെന്ന് പറയുന്നു. വ്യൂവേഴ്സ് അത് കണ്ട് വിശ്വസിച്ചിട്ട് പ്രൊഡക്റ്റ് വാങ്ങുന്നു. ആ കൈൻഡ് ഓഫ് സാധനം അവിടെ തന്നെ ഉണ്ട്, അതില്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇവർക്ക് ഇപ്പം സംഭവിച്ചതിൽ ഇവർ ഈ പറഞ്ഞ ബില്ല് കംപ്ലീറ്റ്ലി കൊടുക്കാത്തത് എന്താണെന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത്. ഞാൻ പറയുന്നു, ഒരു ഡോക്ടർക്ക് അയാളുടെ ഡാറ്റാ ബേസിൽ നിന്ന് രോഗിയുടെ കാര്യങ്ങൾ കൊടുക്കുന്നതിൽ രോഗിക്ക് നേരിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ അങ്ങനത്തെ അത് ഡോക്ടർ ആൻഡ് രോഗി തമ്മിലുള്ളൊരു സംഗതിയാണ്. ഇപ്പം അതിന് ടൈം എടുക്കുകയാണെന്നുണ്ടെങ്കിലും എടുത്തു എന്ന് പറയാം, വാട്ട് എവർ. കാരണം അവരുടെ ഹോസ്പിറ്റലിൻ്റെ എത്തിക്സ് ആൻഡ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വെച്ചിട്ട് അവർക്ക് ഈ സാധനം കൊടുക്കണോ വേണ്ടേ എന്നുള്ളതൊക്കെ അവരുടെ കൺസേൺ ആണ്. ബട്ട് രോഗി ചോദിച്ചാൽ കൊടുക്കണമെന്നുമാണ്. രോഗി ചോദിച്ചാൽ കൊടുക്കേണ്ടത്, രോഗി ഡിമാൻഡ് ചെയ്യാണ് എനിക്ക് എൻ്റെ അസുഖത്തിന് ചികിത്സ എന്തൊക്കെ തന്നു എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് അറിയണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡെഫിനറ്റ്ലി അവർക്ക് ആ ഡൗട്ട് വരാൻ കാരണം എന്താ?
ഇവർ സ്പെൻഡ് ചെയ്ത എമൗണ്ട് അല്ല ബില്ല് റിഫ്ലക്റ്റ് ആവുന്നത്. അപ്പോൾ ഞാൻ സ്പെൻഡ് ചെയ്ത എമൗണ്ടിനുള്ള ട്രീറ്റ്മെൻറ്റ് തന്നെയാണോ എനിക്ക് കിട്ടിയത് എന്നുള്ളൊരു ഡൗട്ട് ഇവർക്ക് വരും. അതുകൊണ്ടാണ് ഇവർ അത് വെരിഫൈ ചെയ്യാനാണ് തോന്നുന്നു ഇവർ ഈ സാധനം ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, പക്ഷേ ഈ ഡോക്ടറെ ഭാഗത്തുനിന്ന് സംസാരിക്കുമ്പോൾ ക്ലിനിക്കിലൊരു സ്റ്റാഫ് സംസാരിച്ച് വെച്ചിട്ട് അവർ വീഡിയോ ചെയ്തത്. ഡോക്ടർ സംസാരിച്ച വോയിസിനകത്ത് പക്ഷേ ഇതിൻ്റെയൊക്കെ ഒരു ഉൾട്ട വേർഷനാണ് ഡോക്ടർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബാക്കി കാണാം. ഇവരുടെ തന്നെ വീഡിയോ കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് ഡോക്ടർ വീഡിയോയ്ക്ക് പോകാം. നമ്മൾ പരാതി കൊടുത്തേക്കുന്നത് നമ്മൾ പരാതി കൊടുത്തേക്കുന്ന ഡേറ്റ് മുകളിൽ എഴുതിയിട്ടുണ്ട്. 1/6/2026 നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട്. അന്നാണ് നമ്മൾ ക്ലിനിക്കിൽ പോയത്. അതായത് നമ്മുടെ ഫയലും ബില്ലും ചോദിച്ചുകൊണ്ട്, ട്രീറ്റ്മെന്റിന്റെ ഫയലും ബില്ലും ചോദിച്ചുകൊണ്ട്. അപ്പോൾ അത് അവർ തരുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് നമ്മൾ കൊണ്ടുപോയി കംപ്ലൈന്റ് കൊടുത്തത്. ഉച്ചയ്ക്ക് നമ്മൾ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അവർ കംപ്ലൈന്റ് കൊടുത്തേക്കുന്നത് 1/6/2026 തന്നെയാണ്, അന്ന് തന്നെയാണ്. പക്ഷെ ഇവർ കംപ്ലൈന്റ് കൊടുത്തേക്കുന്നത് വൈകുന്നേരമാണ് കേട്ടോ കംപ്ലൈന്റ് കൊടുത്തേക്കുന്നത്. അതായത് നമുക്കെതിരെ കംപ്ലൈന്റ് കൊടുത്തേക്കുന്നത്. അങ്ങനെ ഈ പറയുന്ന പോലെ 2-ാം തീയതിയാണ് നമ്മളെ വിളിപ്പിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ 2 കൂട്ടരും അവിടെ എത്തുന്നത്. ഓക്കെ, അന്ന് ആ പോലീസ് സ്റ്റേഷനിൽ വച്ച് അവര് അതായത് എഴുതി ഒപ്പിട്ട് കൊടുത്തു. അതായത് എൻ്റെ ബില്ലും കാര്യങ്ങളും എല്ലാം അവര് തരാം, അതായത് ഡേറ്റും എഴുതിയിട്ടുണ്ട്. 3/6/2026 തരാം എന്നുള്ള രീതിയിൽ അവര് ഡേറ്റ് വരെ എഴുതിയിട്ട് ദാണ്ട അതിന്റെ സീല് ഒപ്പിട്ടിട്ടുണ്ട്. അപ്പുറത്ത് ഞാനും ഒപ്പിട്ടിട്ടുണ്ട്. അങ്ങനെയാണ് അത് നടന്നത് അവിടെ. ഓക്കെ, ഇതിലൊരു എനിക്കറിയുന്ന എൻ്റെ ഒരു എക്സ്പീരിയൻസിന് ഒരു കാര്യം പറയാം. ഒരേ ദിവസം 2 ടീം കേസായിട്ട് പോകുന്നു. ഒരാൾ വേറൊരാൾക്കെതിരെ, ക്ലിനിക്ക് ഇവർക്കെതിരെയും ഇവർ ക്ലിനിക്കിനെതിരെയും കേസായിട്ട് പോകുന്നു. ഇവർ രാവിലെ കൊടുത്തു, മറ്റൊരു ഉച്ചയ്ക്ക് കൊടുത്തു, ഒരു ഉച്ചയ്ക്ക് കൊടുത്തു, മറ്റൊരു വൈകുന്നേരം കൊടുത്തു. എന്താണെങ്കിലും ഒരു സ്റ്റേഷനിലായിരിക്കും. ഇപ്പം ക്ലിനിക്ക് ഇരിക്കുന്ന സ്റ്റേഷനിലായിരിക്കണം ഇവർ പോയത്. ഈ ക്ലിനിക്കും അവരുടെ സ്റ്റേഷൻ പരിധിയിൽ തന്നെയാവും പോയിട്ടുണ്ടാവുക. ഓക്കെ, അപ്പം 2 പേരും ഒരേ സ്റ്റേഷൻ പരിധി പോയി കൊടുത്ത കേസായിരിക്കണം അത്. ഒന്ന്. അപ്പോൾ ഈ കേസ് വന്ന ഉടനെ പോലീസുകാർ കേട്ടുടനെ കേസ് എടുക്കില്ല. ഒരു പ്രൈമ ഫേസിലൊരു ഇൻവെസ്റ്റിഗേഷൻ നടത്തും ഇതിനകത്ത്. ചിലപ്പോൾ ഈ കല്യാണി കൊടുത്ത കേസിൻ്റെ പ്രൈമ ഫേസ് കഴിഞ്ഞ, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ കൊടുത്ത ഒരു കേസിൻ്റെ പ്രൈമ കേസ് ഫേസ് കഴിഞ്ഞതിന് ശേഷം ഇത് എപ്പോൾ രജിസ്റ്റർ ചെയ്യുന്നു എന്നുള്ളത് ആ പോലീസുകാരുടെ ടൈമിംഗ് അനുസരിച്ച് നമ്മൾ ഓടിക്കയറി ചെന്ന്, അല്ലെങ്കിൽ അവർക്ക് അത് അത്രയും കൺവിൻസിങ് ആവണം. അപ്പം തന്നെ അവർ കേസ് എടുക്കും, FIR ഇടും, അപ്പം തന്നെ വിളിപ്പിക്കും. ഓക്കെ, ഇങ്ങനത്തെ കേസുകളിൽ ഇതൊരു കൈൻഡ് ഓഫ് ചീറ്റിംഗ് സാധനമാണ്. അപ്പോൾ അവർ അതിൻ്റേതായ പ്രൈമ ഫേസ് അന്വേഷണം നടത്തും. എന്താണെങ്കിലും ഒരു ദിവസം തന്നെയാണ് 2 പേരും കേസ് കൊടുത്തത്. അതുകൊണ്ടാണ് അവരെ 2 പേരും ഒരുമിച്ച് വിളിച്ചത് പോലീസ് സ്റ്റേഷനിലേക്ക്. ഇമ്പോർട്ടൻ്റ് കാര്യം, ഈ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇവർ എഴുതി കൊടുത്തത്, ഈ ക്ലിനിക്കിൻ്റെ ആൾക്കാർ എഴുതി കൊടുത്തത് ബാക്കി ബില്ലും ഡോക്യുമെൻറ്റ്സും കൊടുക്കാമെന്നാണെന്നുള്ളത് ഇപ്പോൾ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കല്യാണി പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റല്ലേ? ഇപ്പോൾ ഇപ്പോൾ ഇന്നലെയൊക്കെ സംസാരിച്ച സമയത്തും കല്യാണി പറഞ്ഞ ആ ഒരു കാര്യം ഞാൻ അങ്ങനെ വിചാരിച്ചിരുന്നത്, അങ്ങനെ ഇപ്പോൾ ബില്ല് കൊടുക്കാതിരിക്കുമോ? ഡിജിറ്റലൈസ്ഡ് അല്ലേ എല്ലാം കൊടുക്കില്ലേ? വാട്സാപ്പിലേക്ക് അയക്കില്ലേ? ചില സ്ഥലത്തു നിന്നൊക്കെ ഇപ്പോൾ ഒന്നും വേണ്ട, നമ്മളൊരു സ്റ്റുഡിയോ കയറി ഒരു സാധനം എടുത്താലടക്കം സാർ ബില്ല് ഫോണിലേക്ക് വരും, വാട്സാപ്പിലേക്ക് എന്ന് പറയും. നമ്മൾ എത്ര പേര് ചെക്ക് ചെയ്യാറുണ്ട് അങ്ങനെ വരുന്നുള്ളൂ? അത് നമ്മുടെ മിസ്റ്റേക്കാണ്, വേറെ കാര്യം. അത് ചെക്ക് ചെയ്യേണ്ടത് നമ്മളാണ്, നമ്മളെ മിസ്റ്റേക്കാണ്. അത് വന്നിട്ടില്ല, അല്ലെങ്കിൽ അത് ചെക്ക് ചെയ്തില്ല എന്നാണെന്നുണ്ടെങ്കിൽ, വന്നിട്ടില്ല എന്നാണെന്നുണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്യാത്തത് കൊണ്ട് നമ്മളെ മിസ്റ്റേക്കായിട്ട് അത് എടുക്കുക. വന്നിട്ടില്ലാത്തത് അല്ലെങ്കിൽ അയക്കാത്തത് അവരെ മിസ്റ്റേക്കാണ്. പക്ഷെ അത് കണ്ടിട്ടില്ല നമ്മൾ ഇപ്പോൾ കുറേ ദിവസം കഴിഞ്ഞിട്ട് അത് കാണണമെന്നുണ്ടെങ്കിൽ അതൊരു എക്സ്ക്യൂസായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. കല്യാണിയുടെ കേസിൽ കല്യാണി അവർ ബില്ല് അയച്ചത് കണ്ടിട്ടില്ല എന്നാണെന്നുണ്ടെങ്കിൽ അത് കല്യാണിയുടെ മിസ്റ്റേക്കാണ്. പിന്നെ ഡെഫിനറ്റ്ലി അവർ ഇനി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവർക്ക് കല്യാണിക്ക് ഇതൊന്നും പ്രസൻറ്റ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ പ്രസൻറ്റ് ചെയ്തത് ഇനഫ് അല്ല, കംപ്ലീറ്റ്ലി പ്രസൻറ്റ് ചെയ്യാൻ അവർ സമയം ചോദിച്ച് അവിടെ പോലീസ് സ്റ്റേഷനിൽ ഒപ്പിട്ട് കൊടുത്തു എന്ന് പറയുമ്പോൾ ക്ലിനിക്കിൻ്റെ ഭാഗത്തുനിന്ന് അതൊരു വീഴ്ച തന്നെയാണ്. ഓക്കെ, പിന്നെ ഇത് കേസായതുകൊണ്ട് ഇനി കൊടുക്കണോ അത് പറയാൻ പറ്റില്ല. അതിന് മുന്നേ കൊടുക്കേണ്ട കാര്യങ്ങളാണ്. ബില്ലെങ്കിലും അതിന് മുന്നേ കൊടുക്കേണ്ട കാര്യങ്ങളാണ്. ഡോക്ടറുടെ അടുത്ത് ഇരിക്കുന്നവരുടെ ഫയൽ ഇനിയിപ്പോൾ കേസായ സ്ഥിതിക്ക് കോടതി പോവുക, അതൊക്കെ ദാറ്റ്സ് എ ഡിഫറെൻറ്റ് തിങ്. ബില്ലെന്ന് പറഞ്ഞ സാധനം പോലീസ് കേസുമായിട്ട് ഇതിനായിട്ട് ഒരു ബന്ധവുമില്ല. അവരപ്പം അടച്ചതിൻ്റെ ബില്ല് അപ്പം അവർക്ക് കിട്ടണം. അത് കംപ്ലീറ്റ്ലി കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ദാറ്റ്സ് എ മിസ്റ്റേക്ക്. അതൊരു മിസ്റ്റേക്ക് തന്നെയാണ്. ഓക്കെ, അടുത്ത കാണാം.
അതായത് എൻ്റെ മുഖത്ത് കുരു എന്നാണോ എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ കറക്റ്റായിട്ട് യൂട്യൂബിൽ വീഡിയോ ഇടുന്ന ഒരു ഇതാണ്. ഞാൻ മാക്സിമം എന്നും വീഡിയോ ഇടാൻ നോക്കാറുണ്ട്, ഷോർട്സ്. അപ്പോൾ അതിൽ നോക്കിയാലും ഒക്കെ നിങ്ങൾക്ക് അറിയാം എൻ്റെ ഫേസിലെ കുരുവോ കാര്യമൊന്നുമില്ല. പക്ഷേ ഈ ഒരു പാട് നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുന്നുണ്ടോ കറക്റ്റായിട്ടൊന്നും എനിക്കറിയത്തില്ല. ഈ ഒരു പാട് എൻ്റെ 2 സൈഡിലും ഇതുപോലെ ഉണ്ട്. ഈ ഒരു പാട് ഞാൻ സ്റ്റിറോയിഡ് ഉപയോഗിച്ചിട്ട് വന്നാന്നാണ് ആ കുട്ടി പറയുന്നത് വീഡിയോയ്ക്കകത്ത്. അപ്പൊ അത് അങ്ങനെയല്ല എന്ന് എനിക്ക് കാണിക്കാൻ ഞാൻ കുറച്ച് ഫോട്ടോസ്, വീഡിയോസ് എന്തൊക്കെയാന്ന് വെച്ചാലും സൈഡിൽ ഞാൻ പ്ലേ ചെയ്യാം. അപ്പൊ അത് കണ്ടിട്ട് നിങ്ങൾ പറയുക. അതായത് 8 വർഷം മുമ്പ്, എൻ്റെ മോനിപ്പോൾ 8 വയസ്സാണ്. അപ്പൊ 8 വർഷം മുമ്പ് പ്രഗ്നന്റ് ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് സ്റ്റിറോയിഡ് ക്രീം യൂസ് ചെയ്യാൻ പറ്റില്ല. സ്റ്റിറോയിഡ് ക്രീം എന്നല്ല, ഒരുവിധമുള്ള സാധനങ്ങൾ നമുക്ക് പ്രത്യേകിച്ച് യൂസ് ചെയ്യാൻ പറ്റില്ല. ആ സമയത്തും എനിക്ക് ഫേസിന് കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷെ ഈ പാട് അവിടെ തന്നെ നിങ്ങൾക്ക് ശ്രദ്ധിക്കാം, അതെനിക്ക് അവിടെ തന്നെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഇത് എന്തുകൊണ്ട് ഈ പാട് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി എൻ്റെ അച്ഛൻ്റെ ഫോട്ടോ ഞാനിവിടെ കൊടുക്കാം. എൻ്റെ അച്ഛനും ഇവിടെ നന്നായിട്ട് അത് പ്രായം കൂടും തോറും ആ ഡാർക്ക്നെസ്സിലെ ആ ഒരു കറുപ്പ് അതിങ്ങനെ കൂടി വരികയാണ്. അത് അച്ഛനുണ്ട്, അച്ഛൻ്റെ പെങ്ങന്മാർക്കുണ്ട്, എല്ലാവർക്കും ഇങ്ങനെ പാരമ്പര്യമായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ എനിക്കും ഇത് ഇങ്ങനെ ഉണ്ട്. ഇതിപ്പോൾ എനിക്ക് ഇങ്ങനെ പ്രായം കൂടി വരുന്തോറും ഇതിങ്ങനെ തെളിഞ്ഞു വന്നാലോ എന്ന് എനിക്കൊരു പേടി. അതായത് നമ്മൾ നോർമലായിട്ട് ഒരു ക്രീം ഇട്ടാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്താലോ ഒന്നും പോവില്ല. കാരണം ഇത് മെലാസ്മ പോലെ അങ്ങനെ ഫാമിലി ആയിട്ട് നമുക്ക് വരുന്നതാണോ എന്ന് എനിക്ക് ഉള്ളിൽ ഭയം വന്നു. ഓക്കെ, എന്നാ പിന്നെ അത് നല്ലൊരു ഡോക്ടറെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മളിങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് കൊല്ലത്തുനിന്ന് ട്രിവാൻഡ്രത്തോട്ട് ഇവിടുന്ന് ഏകദേശം ഒരു 75 കിലോമീറ്ററോളം ഉണ്ട് നമ്മൾ ഈ ഡോക്ടറെ അപ്പോയിന്റ്മെന്റ് എടുത്ത് കാണാൻ ചെല്ലുന്നത്. അപ്പൊ കാണാൻ ചെന്ന് കഴിഞ്ഞ് ഡോക്ടർ നമ്മളോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, കല്യാണി ഇത് പെട്ടെന്ന് മാറില്ല, നമുക്കൊരു 3-4 മാസം ടൈം വേണമെന്ന് എന്നോട് പറഞ്ഞു. അപ്പോഴും എനിക്ക് ഓക്കെ ഡോക്ടർ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. കാരണം അവർ എൻ്റെ മനസ്സിൽ വിചാരിക്കുന്ന അവർ ഓപ്പൺ ആയിട്ട് പറഞ്ഞു ഇത് പെട്ടെന്ന് മാറില്ല, അതിന് അതിൻ്റെതായിട്ടുള്ള സമയം കൊടുക്കണം. കാരണം ഉള്ളിൽ നിന്ന് ഇങ്ങനെ നമ്മുടെ എന്തൊക്കെയോ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഹീലായിട്ട് വരണം, സ്കിന്ന് നല്ലതാക്കണം എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പം ഞാനും ഓക്കെ ആയിരുന്നു. അങ്ങനെ എന്നോട് കുറച്ച് ട്രീറ്റ്മെന്റ് ഒക്കെ പറഞ്ഞു. അപ്പം എൻ്റെ മനസ്സിൽ എന്താ, ഇപ്പം നമ്മളൊരു ഹോസ്പിറ്റലിൽ പനിയായിട്ട് പോയി കഴിഞ്ഞാൽ അപ്പൊ ഡോക്ടർ നമുക്ക് മെഡിസിൻ തരും. അപ്പൊ നമ്മളത് ആ പറയുന്ന രീതിയിൽ കുടിക്കും അല്ലെങ്കിൽ ചെയ്യും, അങ്ങനെയാ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഞാൻ വിശ്വസിച്ചു പോയ ഒരു ഡോക്ടറാണ്. അപ്പൊ ഡോക്ടർ എന്തൊക്കെ പറഞ്ഞോ അത് ഞാൻ കറക്റ്റായിട്ട് ഫോളോ ചെയ്തു, ട്രീറ്റ്മെന്റ് എടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ അവരുടെ സാധനങ്ങൾ, അവിടെ തന്നെ കുറച്ച് സാധനങ്ങളുണ്ട്, അതൊക്കെ നമ്മളെ കൊണ്ട് പർച്ചേസ് ചെയ്യിപ്പിച്ചു. അതിപ്പം ഇതിന്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചപ്പം ബോഡിക്കകത്ത് ഇതൊക്കെ നന്നായിട്ട് കൂടി നിന്നാൽ മാത്രമേ നമ്മുടെ സ്കിന്ന് നന്നായി വരൂ എന്ന് നമ്മളോട് കൺവിൻസും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കഴിഞ്ഞ ദിവസങ്ങളിൽ വീഡിയോ ചെയ്ത എല്ലാവരും, ഞാനടക്കമുള്ള എല്ലാവരും, ഈ പറഞ്ഞ സ്ഥാപനത്തിലെ ഡെസ്കിലെ ലേഡിയാണോ അതോ ഇനി വേറെ സ്റ്റാഫ് ഏതാന്നുള്ളത് നമുക്കറിയില്ല. ഒരു സ്റ്റാഫ് സംസാരിച്ചതിൽ നിന്നാണ് ഈ വൈറ്റനിങ് ക്രീമും സ്റ്റിറോയിഡ് കണ്ടന്റുള്ള വൈറ്റനിങ് ക്രീം ഉപയോഗിച്ച് അവർ വന്ന് അവർക്ക് മുഖത്ത് സീനായതുകൊണ്ട് അവർ വന്ന് ട്രീറ്റ്മെൻറ്റ് എടുത്തു എന്നുള്ള വേർഷൻ നമുക്ക് കിട്ടിയത്. ഓക്കെ, ആൻഡ് അതിനെ എന്താ പറയുക അണ്ടർലൈൻ ചെയ്യുന്ന പോലെയാണ് ഇവരുടെ ചാനൽ മൊത്തം ഈ സൺസ്ക്രീൻ അടക്കം പല ബ്രാൻഡിൻ്റെയും പല സമയത്തും എടുത്ത് വാരി തേക്കുന്നതും അതും ഇതൊക്കെ ആയിട്ട് അങ്ങനത്തെ കുറേ സാധനങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. സോ എല്ലാം കൂടിയും കൂട്ടി വായിക്കുന്ന സമയത്ത് ഇവരുടെ ലോങ് വീഡിയോ വന്നിട്ടില്ല. അപ്പോൾ ക്ലിനിക്കിൻ്റെ ഭാഗത്തുനിന്ന് എന്താ പറയുന്നവർ, ഈ വ്യക്തി വൈറ്റനിങ് ക്രീം, സ്റ്റിറോയിഡ് അടങ്ങിയ വൈറ്റനിങ് ക്രീം ഉപയോഗിച്ചു, ഇവർക്ക് മുഖത്ത് സീനായി, അപ്പോൾ അവർ ക്ലിനിക്കിൽ ട്രീറ്റ്മെൻറ്റിനായിട്ട് വന്നു. പക്ഷേ ഇപ്പോൾ ഇവർ പറയുന്ന വേർഷൻ വെച്ചിട്ട് ഇവർക്ക് പാരമ്പര്യമായിട്ടുള്ള ഹെറിഡിറ്ററി ആയിട്ടുള്ള മുഖത്തിൻ്റെ സൈഡിൽ ഈ ഒരു പാട് ട്രീറ്റ് ചെയ്യാൻ പോയതെന്നാണ് ഇവർ പറയുന്നത്. ആൻഡ് ആ ട്രീറ്റ്മെൻറ്റിന് ഒരുപാട് സമയമെടുക്കുമെന്നും അതിൽ പുറത്ത് മാത്രം ഇങ്ങനെ മരുന്ന് കഴിച്ച് പോയാൽ പോരാ, മെഡിസിൻ അടക്കമുള്ള കാര്യങ്ങൾ ഇൻടേക്ക് ചെയ്യണമെന്നും ഇറ്റ് ടേക്സ് എ ലോങ് ടൈമാണതിന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവർ തന്നെ പറയുന്നുണ്ട് ഈ ക്ലിനിക്ക് ഇവർ ചൂസ് ചെയ്തത് ഇവർ തന്നെ ഓപ്റ്റ് ചെയ്ത് കണ്ട്, അല്ലെങ്കിൽ ഇവരൊരു ഭയങ്കര ഫേമസ് ആണ് ഈ ഡോക്ടർ, അപ്പോൾ അവരുടെ ഇൻ്റർവ്യൂസും അതും ഇതൊക്കെ കണ്ടിട്ടായിരിക്കണം ഇവർ ഈ ഒരു ക്ലിനിക്ക് ചൂസ് ചെയ്തത്, ഈ ഡോക്ടറിനെ ചൂസ് ചെയ്തത്. സോ അവർ കൺവിൻസ്ഡ് ആയിട്ട് പോയിരുന്ന സ്ഥലമാണ്. ഓക്കെ, വൈറ്റനിങ് ക്രീം കൊണ്ട് വന്ന എഫക്റ്റ് അല്ല എന്ന് തന്നെയാണ് ഇവിടെ കല്യാണി പറയുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ ഇത് കൂടുതലായിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഇവരുടെ മെഡിക്കൽ റെക്കോർഡ്സ് ആ ക്ലിനിക്കിൽ നിന്ന് പുറത്ത് വരണം. ഇപ്പോൾ കേസും കൂട്ടവും കാര്യമായതുകൊണ്ട് എന്താണെങ്കിലും ക്ലിനിക്ക് അത് പുറത്ത് വിടാൻ പോകുന്നില്ല. ഇവർക്ക് ഇനിയിപ്പോൾ അങ്ങനത്തെ മെഡിക്കൽ റെക്കോർഡ്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ കേസ് ഫിനിഷായി കോടതിയിൽ വേണമെങ്കിൽ ഇതിൻ്റെ രേഖകൾ സമർപ്പിക്കുന്ന സമയത്ത് ഇവരുടെ കയ്യിൽ കിട്ടും. പക്ഷെ അതും ഇവർക്ക് പബ്ലിഷ് ചെയ്യാൻ പറ്റും തോന്നുന്നില്ല എനിക്ക്. കാരണം ഇപ്പോൾ അതൊരു ഇമ്പോർട്ടൻ്റ് രേഖയാണ്.
ഇവർ പറഞ്ഞ രീതിക്കാണെങ്കിൽ മുഖത്ത് ഈ സൈഡിൽ പാരമ്പര്യമായിട്ടുള്ളൊരു പാട് ചികിത്സിക്കാൻ പോയ ഒരാളെ ഹോസ്പിറ്റലുകാർ വൈറ്റനിങ് ക്രീം മറ്റേ സ്റ്റിറോയിഡുള്ള സാധനം തേച്ച് മുഖം കുരുപൊന്തി പൊള്ളി എന്നൊക്കെ പറഞ്ഞ് വന്നു എന്നുള്ള രീതിക്ക് പോർട്രേറ്റ് ചെയ്തതാണെങ്കിൽ കല്യാണിക്ക് ആ ഡോക്യുമെൻ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അല്ല, അവർ ഇപ്പോൾ ആ ഒരു വീഡിയോനകത്ത് IV ഗ്ലൂട്ടാത്തയോൺ എടുക്കുന്നതിന് അടക്കം ആ ലേഡി സംസാരിച്ചിട്ടുണ്ടായിരുന്നു ക്ലിനിക്കിൻ്റെ ഭാഗത്തുനിന്ന്. അപ്പോൾ അതൊക്കെ എന്ത് എന്നുള്ളത് ഇപ്പോൾ എഗെയിൻ ഡൗട്ട്ഫുൾ ആവുകയാണ്. കാരണം ഇതിനകത്ത് എവിടെയും കല്യാണി അങ്ങനെ ഒരു ഗ്ലൂട്ടാത്തയോണിനെ കുറിച്ചും IV ലൈനിനെ കുറിച്ചും ഒന്നും പറയുന്നില്ല. ഓക്കെ, വെളുക്കാനുള്ള ട്രീറ്റ്മെൻറ്റാണ് ഗ്ലൂട്ടാത്തയോൺ നമുക്ക് എല്ലാവർക്കും പറയാം. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും ഇവരൊന്നും പറയുന്നില്ല. അതും എനിക്ക് ഡൗട്ട്ഫുള്ളായി. വെറും ഈ ഒരു പാടിന് വേണ്ടി മാത്രമാണോ പോയത് എന്നുള്ളത് എഗെയിൻ ഞാൻ ഡൗട്ട്ഫുള്ളായി. ഓക്കെ, പക്ഷേ ഇവർ പറയുന്നത് ഇതിനു വേണ്ടി മാത്രമാണ് ചെന്നതെന്നുള്ളതാണ്. കൊളാബ് ചോദിച്ചു എന്നാണ് പറഞ്ഞേക്കുന്നത്. അതായത് അവർ പറഞ്ഞേക്കുന്നത് ഞാൻ 2ാമത്തെ തവണ ചെന്നപ്പോൾ കൊളാബ് ചോദിച്ചു. അത് അവർ നൽകാത്തതിൻ്റെ ദേഷ്യത്തിലാണ് അവരുടെ ക്ലിനിക്കിനെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നതെന്നുള്ള രീതിക്കാണ് അവർ പറഞ്ഞേക്കുന്നത്. അതായത് ഞാൻ വിസിറ്റ് ചെയ്തിട്ട് 2ാമത്തെ തവണ ചോദിച്ചു. അവർ പറയുന്നത് ഞാൻ 8 മാസം ആ ക്ലിനിക്കിൽ ചെന്നിട്ടുണ്ടെന്ന്. അങ്ങനെ 8 മാസം ഞാൻ കറക്റ്റായിട്ട് പേയ്മെൻറ്റും കൊടുത്ത് എല്ലാം കൊടുത്ത് നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കുമ്പോൾ ഞാൻ അങ്ങനെ ബില്ല് താന്ന് ഞാൻ അവരോട് ആവശ്യപ്പെടാറില്ല. അവരെന്നോട് പറയും വാട്സപ്പിൽ ബില്ല് സെൻഡ് ചെയ്യാം മാം. അപ്പം ഞാൻ ഓക്കെ പറയും. പക്ഷെ ബില്ല് അയച്ചോ ഇല്ലയോ എന്ന കാര്യം ഞാൻ അങ്ങനെ ശ്രദ്ധിക്കാറില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ പറയും, ഞാൻ ഓക്കെ പറയും. ഇത് അവർ തെളിയിക്കണം. കാരണം ആ ഒരു ക്ലിനിക്കിൽ ഫുള്ള് ക്യാമറയാണ്. അവിടെ ഡോക്ടറിന്റെ ക്യാബിനകത്ത് പോലും ക്യാമറയാണ്. അപ്പോൾ ഇത്രയും വലിയൊരു ക്ലിനിക്കിൽ ഞാൻ ചെന്ന് കൊളാബ് ചോദിച്ചതിൻ്റെ ഒരു പ്രൂഫ് അവരിത് കാണിക്കണം. ഇത്രയും വലിയൊരു അലിഗേഷൻ എൻ്റെ നേരെ വെക്കുമ്പോൾ അതിനെതിരെ ഒരു പ്രൂഫ് അവരെൻ്റെ എനിക്ക് തരണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. ഞാൻ കൊളാബ് ചോദിക്കുന്നതിൻ്റെ അല്ലാതെ എനിക്ക് ഒന്നും പറയാനില്ല ഇതിനെക്കുറിച്ച്. കാരണം ഈ 2ാമത്തെ തവണ വിസിറ്റ് ചെയ്ത് ഞാൻ കൊളാബ് ചോദിച്ചിട്ട് ബാക്കി ഇത്രയും തവണയും ഞാൻ എൻ്റെ പേയ്മെന്റ് കൊടുത്ത് ഞാൻ ബില്ല് പോലും വാങ്ങിക്കാതെ അവർ വാട്സപ്പിൽ അയക്കാന്ന് പറയുന്ന വിശ്വസിച്ച് ഞാൻ അങ്ങനെ തന്നെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഞാൻ കൊളാബ് തരാത്തതിന്റെ ദേഷ്യത്തിൽ 8 മാസം അവർ പറയുന്നത് ഞാൻ 8 മാസം ചെന്നു എന്നാണ് കേട്ടോ. പക്ഷെ 8 മാസം അല്ല, നമ്മൾ ഒക്ടോബർ 9 ചെന്നത്. പിന്നെ നമ്മൾ 6.25 മാസത്തോളേ ചെന്നിട്ടുള്ളൂ. അപ്പൊ ആ സമയത്ത് വരെ ഞാൻ എന്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ എനിക്ക് അറിയാവുന്നവരോടോ ഞാൻ കൊളാബ് അങ്ങോട്ട് ആവശ്യപ്പെടാറില്ല. അപ്പോൾ അവര് അത് പ്രൂവ് ചെയ്യണം ഞാൻ കൊളാബ് ചോദിച്ചു എന്നുള്ളത്. CCTVയും എല്ലാം ഉള്ള ക്ലിനിക് അല്ലേ, അപ്പൊ അവരത് പ്രൂവ് ചെയ്യണം ഞാൻ കൊളാബ് ചോദിച്ചു എന്നുള്ള കാര്യത്തിന്. ഓക്കെ, അഗെയിൻ ആ ലേഡി സംസാരിച്ചതിൽ കൊളാബ് ചോദിച്ചു കൊടുക്കാത്തതിന്റെ ദേഷ്യത്തിൽ ചെയ്തതായിരിക്കാം എന്നുള്ള സാധനം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഡോക്ടർ സംസാരിച്ചതിലും അങ്ങനത്തെ ഒരു പോർഷൻ വന്നിട്ടുണ്ട്. അതൊക്കെ നമുക്ക് വെക്കാം. 8 മാസം, ഓക്കെ, 8 മാസം ട്രീറ്റ്മെൻറ്റ് എടുത്തു എന്നുള്ളത് തന്നെയാണ് ക്ലിനിക്കിൻ്റെ ഭാഗത്ത് പറഞ്ഞത്. ഒക്ടോബർ 19 എന്നുള്ളത് ഇവരൊരു ഡേറ്റ് പറയുന്നുണ്ട്. അന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. ഒക്ടോബർ മുതൽ ജൂൺ 6 ഇവർ കേസ് കൊടുക്കുന്നത് ഈ 2026. അങ്ങനെ നോക്കി 8 മാസമായിട്ടുണ്ട്. പക്ഷേ ഇവർ പറയുന്ന 6.5 മാസം ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുള്ളൂ. ഓക്കെ, എഗെയിൻ ഇവരുടെ ഭാഗത്ത് പറ്റിയ മിസ്റ്റേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബില്ല് വാട്സാപ്പിലേക്ക് വരുമെന്ന് പറഞ്ഞു, ഇവരെ ചെക്ക് ചെയ്തില്ല. മിസ്റ്റേക്കാണ് അത്. നമ്മളെ ഭാഗത്ത് ആസ് എ കസ്റ്റമർ നമ്മളെ ഭാഗത്ത് പറ്റുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്കാണ്. ബില്ല് എടുത്ത് വെച്ചാലേ നമുക്ക് നാളുകളിൽ എന്തെങ്കിലും വിഷയം ഉണ്ടായാൽ ഒരു സ്ഥാപനത്തിനെതിരെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ ലാസ്റ്റ് അവിടെ കയറി ചെന്ന് ബില്ല് ചോദിക്കേണ്ട അവസ്ഥയില്ല നിങ്ങൾക്ക്. ഓക്കെ, ആൻഡ് ബില്ല് അയച്ചു കൊടുക്കാത്തത് ഒരു ക്ലിനിക്കിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഗുരുതരമായിട്ടുള്ള വീഴ്ച തന്നെയാണ്. ഇനിയിപ്പോൾ അവർക്ക് ഇത് ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. കാരണം പോലീസ് സ്റ്റേഷനിലടക്കം എഴുതി കൊടുത്തത് ബില്ലടക്കം ഈ ഡോക്യുമെൻറ്റ്സ് അടക്കം കൊടുക്കാം ഈ രോഗിയുടെ നിന്നാണ്. ബില്ല് എന്തുകൊണ്ട് മിസ്സായി? ബില്ല് മേടിച്ചില്ല, അല്ലെങ്കിൽ അത് കിട്ടിയോ ഇല്ലേ കൺഫേം ചെയ്തില്ല എന്നുള്ളത് ദാറ്റ്സ് എന്താ പറയുക, അത് നിങ്ങളെ ഭാഗത്ത് പറ്റിയ ഏറ്റവും വലിയ മിസ്റ്റേക്ക്. പക്ഷേ ബില്ല് കൊടുക്കാതിരിക്കുന്നത് ഒരു ക്ലിനിക്, ഒരു സ്ഥാപനം എന്നുള്ള നിലയ്ക്ക് അവരുടെ ഏറ്റവും വലിയ ഫെയിലിയറാണത്. ഓക്കെ, അപ്പോൾ ബില്ലിൻ്റെ വിഷയം ഗുരുതരമാണ്. അതിപ്പോൾ ഈ ഒരു കസ്റ്റമർക്ക് മാത്രമാണോ? അവിടെ വന്ന ബാക്കി പേഷ്യൻസിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളതൊക്കെ ഐ ഡോണ്ട് നോ. ഈ ഒരു കേസിലേക്ക് പോലീസ് കൊണ്ടുവരുമെന്നൊന്നും അറിയില്ല. എന്നാലും കേസായിട്ടുണ്ട്, കോടതി വിഷയങ്ങളൊക്കെ ആയിട്ടുണ്ടല്ലോ. ഇത്രയും വർഷമായി റെപ്യൂട്ടേഷനുള്ളൊരു സ്ഥാപനമാണ് ഇവർ. ആ ക്ലിനിക്കിലെ ലേഡി സംസാരിച്ചപ്പോൾ ഒരു 10-15 കൊല്ലത്തെ റെപ്യൂട്ടേഷനെ കുറിച്ച് പറയുന്നുണ്ട്. ഇന്ന് ഡോക്ടർ സംസാരിച്ച വോയിസിനകത്തും 10-15 വർഷത്തെ റെപ്യൂട്ടേഷനെ കുറിച്ച് പറയുന്നുണ്ട്. സോ ഇത്രയും റെപ്യൂട്ടഡായിട്ട് എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിനകത്ത് ബില്ല് അത്ര കാഷ്വലായിട്ട് അവർ വിട്ട് കളഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ മിസ്റ്റേക്ക് അവർ എത്രയും പെട്ടെന്ന് റെക്ടിഫൈ ചെയ്യണം. ഓക്കെ, ഒരു മുട്ടുസൂചിയാണെങ്കിൽ പോലും അവരത് ബില്ലടിക്കണം. അത് കസ്റ്റമർക്ക് കൃത്യമായി ഡെലിവർ ചെയ്യണം ആ ബില്ല് എന്നുള്ളതാണ്.
ബാക്കിയാണ്. ഒരു 4 മാസം 5 മാസമൊക്കെ ആയിട്ടും ഈ പാടിന് വലിയ മാറ്റങ്ങളൊന്നും വരാത്തോണ്ട് തന്നെ നമ്മൾ അവരോട് പറഞ്ഞു ഇതുപോലെ മാറ്റങ്ങൾ വരുന്നില്ല, മാത്രമല്ല എന്റെ ഫേസ് ഒന്നുകൂടെ ഡാർക്ക് ആവുന്നു, കുഞ്ഞു കുഞ്ഞു കുരുക്കളൊക്കെ വരാൻ തുടങ്ങി എന്നുള്ള കാര്യം നമ്മളിങ്ങനെ പറഞ്ഞപ്പോൾ അവര് പറഞ്ഞു അപ്പോൾ അത് മാം എനിക്ക് ഈ പാട് മാറാത്തത് സ്കിന്ന് ഹൈഡ്രേറ്റ് ആവാത്തോണ്ടായിരിക്കും, അപ്പൊ നമുക്കൊരു ഇഞ്ചക്ഷൻ ചെയ്യാന്ന് വെച്ചിട്ട് എന്റെ മുഖത്ത് ഇങ്ങനെ അവര് ഇഞ്ചക്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഇഞ്ചക്ഷൻ ചെയ്തത് മുഖേന എന്റെ ഫേസിൽ രക്തം കട്ട പിടിച്ചു. എന്നിട്ട് ഞാൻ വീട്ടിലെത്തിയിട്ട് അവർക്ക് അവരുടെ വാട്സപ്പിൽ അയച്ചു, ഇതുപോലെ എനിക്കിങ്ങനെ രക്തം കട്ട പിടിച്ച് ഭയങ്കര വേദനയുണ്ട്, കുറച്ചിങ്ങനെ ഇതായിട്ടിരിക്കുമായിരുന്നു, അപ്പം അത് നല്ല പെയിൻ ഉണ്ടെന്ന് പറഞ്ഞു. എന്റെ ഇത് അവർക്ക് ഞാൻ എന്നിട്ട് എന്റെ കൺസേൺ ആയിട്ട് അയച്ചതാണ് കേട്ടോ. എന്റെ ഫേസിൽ ഇതുപോലെ ഈ മരുന്ന് ഇങ്ങനെ കുത്തി വെച്ചിട്ട് ഇവിടെ ദാണ്ട ഇങ്ങനെ കട്ട പിടിച്ച്, മരുന്നാണോ ഇനി ബ്ലഡ് ആണോ എന്നറിയില്ല, നല്ല വേദനയും നീരും ഒക്കെ ആയിരുന്നു. അപ്പൊ ഞാനത് അവരോട് പറഞ്ഞപ്പോൾ അവര് ഈ ഒരു ക്രീം ഡേറ്റ് മുകളിൽ വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു ക്രീം വാങ്ങി മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിയിട്ട് ഇത് തേച്ച് നന്നായിട്ട് മസാജ് ചെയ്യാൻ പറഞ്ഞു. എനിക്കിത് മസാജ് ചെയ്തിട്ടും കുറയാത്തോണ്ട് തന്നെ നമ്മൾ വീണ്ടും കൺസൾട്ട് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇത് മാറും, കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് തന്നെ നമുക്കൊരു ക്രീം ഇവര് അടിച്ചേൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിനാണെങ്കിൽ ലോകത്തില്ലാത്ത വിലയുമാണ് കേട്ടോ, അത്രയും വിലയാണ് ആ ക്രീമിന്. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കൊരു ക്രീം യൂസ് ചെയ്തിട്ട് എന്റെ ഇത് മാറാനാണെങ്കിൽ എനിക്ക് വേറെ എന്തെങ്കിലും, അപ്പൊ പറഞ്ഞു ഇത് അങ്ങനെയുള്ള ക്രീമും കാര്യങ്ങളും ഒന്നും അല്ല, ഇത് ഇതുപോലെ നമ്മുടെ പിഗ്മെന്റേഷൻ പോവാൻ വേണ്ടിയിട്ടുള്ളതാണ്, തേക്കുമ്പോൾ ആദ്യം ഒന്ന് ഡാർക്ക് ആവും, പിന്നെ ആയിരിക്കും നമുക്ക് ഈ പാടൊക്കെ മങ്ങാൻ തുടങ്ങാന്ന് പറഞ്ഞു. ഓരോ തവണയും അവർ ഓരോ സാധനങ്ങൾ നമ്മളിങ്ങനെ അടിച്ചേൽപ്പിച്ചുകൊണ്ടേയിരിക്കുക, നമ്മളത് ഓക്കെ മാറും എന്നുള്ള വിശ്വാസത്തിൽ തന്നെ ഇങ്ങനെ പോവാണ്. അങ്ങനെ ഈ ക്രീം യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ തൊട്ട് എന്റെ സ്കിന്ന് ഭയങ്കര മോശമാവാൻ തുടങ്ങി. ഇവിടെ എല്ലാം ഇങ്ങനെ ആദ്യം ഇവിടെ എല്ലാം ഇങ്ങനെ വന്നു. അപ്പൊ മാർച്ച് മാസമൊക്കെ ആയതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ചൂടുകുരു ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. അത് കഴിഞ്ഞ് ഇവിടൊക്കെ പാട് വരാൻ തുടങ്ങി. എനിക്കറിയാം യൂട്യൂബിൽ തന്നെ ഒരുപാട് പേര് ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു എന്താന്ന്. അപ്പോഴും ഞാനിങ്ങനെ ഇതിന്റെ കാരണമാണ് എന്നുള്ള ചിന്ത എനിക്ക് പോകുന്നില്ല. ചിലപ്പോൾ ചൂടായതുകൊണ്ട് ചൂടുകുരു വന്നായിരിക്കും ഞാനിങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എന്നിട്ട് ഞാൻ ആ ക്രീമൊക്കെ ഒന്ന് നിർത്തി കഴിഞ്ഞപ്പോൾ എനിക്കിങ്ങനെ, അതായത് സീച്ചേട്ടനും എല്ലാം എന്നെ വഴക്ക് പറയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അതങ്ങ് നിർത്തി കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേന് ഈ കഴുത്തിന്റെ ഇവിടുത്തെ എല്ലാം അങ്ങ് പോയി, ആ ഒരു വന്ന സംഭവങ്ങളെല്ലാം. അപ്പൊ നമുക്ക് പതുക്കെ ഡൗട്ട് അടിക്കാൻ തുടങ്ങി കേട്ടോ. കാരണം ഇത്രയും മാസം ഇത്രയും കാശ്, നല്ല രീതിക്ക് കാശായിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവരെന്താ ഇങ്ങനെയെന്നുള്ളത് നമുക്ക് ഡൗട്ട് അടിക്കാൻ തുടങ്ങി. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ക്ലിനിക്കിൽ ചെല്ലാന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചെന്നു. കൊളാബിനെ കുറിച്ച് നേരത്തെ സംസാരിച്ച വീഡിയോയിൽ കൊളാബിൻ്റെ കാര്യങ്ങൾ ഞാൻ മനഃപൂർവ്വം പറയാതിരുന്നതാണ്. ഇപ്പോൾ അത് ആ ഡോക്ടർ സംസാരിക്കുന്ന വീഡിയോയിൽ നമുക്ക് കൊളാബിൻ്റെ കാര്യം ഒന്നുകൂടി കൺഫേം ചെയ്ത് പറയാനുണ്ട്. കാരണം ആദ്യം ഈ കൊളാബറേഷൻ്റെ കാര്യം പറഞ്ഞത് ഈ ക്ലിനിക്കിലെ ഒരു ലേഡിയാണ്, പിന്നെ അത് ഡോക്ടറിലേക്ക് എത്തി, ഡോക്ടർ ഈ കൊളാബിൻ്റെ കാര്യം പറയുന്നു. ഇവർക്ക് കൊളാബറേഷൻ ആവശ്യപ്പെട്ട് ഒരു സംഗതി ഉണ്ട് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇവർ പറഞ്ഞ പോലെ അതിൻ്റെ പ്രൂഫ് ക്ലിനിക്കുകാർ വെക്കണം. കാരണം CCTV എല്ലായിടത്തും ഉണ്ടെന്ന് പറയുന്നു. ആരോടാണോ കൊളാബ് ചോദിച്ചത് അവരുടെ ഇനി എന്തെങ്കിലും പ്രൂഫ് ഉണ്ടോ, അതോ വെർബലി ഒരു കൊളാബ് എന്ന് പറഞ്ഞൊരു സാധനം ചോദിച്ചതിന് ശേഷം അത് കൊടുക്കാത്തത് കൊണ്ട് അവർക്ക് കച്ചറ ഉണ്ടായതാണോ എന്നുള്ളതൊക്കെ ലൈക്ക് എന്താ പറയുക, അതിൻ്റെ ഒരു കംപ്ലീറ്റ് പ്രൂഫ് ഉണ്ടെന്നുണ്ടെങ്കിൽ ക്ലിനിക്ക് പുറത്ത് വിടണം. അത് ഞാൻ പറയാനുള്ള മെയിൻ റീസൺ എന്താ വെച്ചെങ്കിൽ ഈ ക്ലിനിക്കിൻ്റെ പേജൊക്കെ നിങ്ങൾ കയറി നോക്കിയാൽ മതി. ഇതിനകത്ത് ഇവരാരെയും പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഈ ഡോക്ടർ തന്നെ ഹൈ പ്രൊഫൈൽഡ് സെലിബ്രിറ്റീസിനെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു ഡോക്ടറാണ്. ഇവരുടെ എൻറ്റയർ ഈ പറഞ്ഞ ക്ലിനിക്കിൻ്റെ പോസ്റ്റുകൾ നിങ്ങളെടുത്ത് നോക്കിയാൽ ഇതിലെവിടെയും അവരവരെ വരുന്ന സെലിബ്രിറ്റീസിനെ യൂസ് ചെയ്തിട്ടുള്ള ഒരു കൊളാബോ ഒരു പ്രൊമോഷനോ ചെയ്യാത്തൊരു ക്ലിനിക്കാണ് വരുന്നത്. അപ്പോൾ ഈ കല്യാണി ഇവിടെ ഈ ഒരു ക്ലിനിക്കിനെ കുറിച്ച് പഠിച്ച് ഈ ഡോക്ടറിനെ അറിഞ്ഞ് ഇവരുടെ ഇൻ്റർവ്യൂസ് കണ്ട് ഈ ക്ലിനിക്കിനെ ഔട്ട് ആൻഡ് ഔട്ട് പഠിച്ചിട്ടായിരിക്കുമല്ലോ പോയിട്ടുണ്ടാവുക. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇവരവിടെ ചെന്നിട്ട് കൊളാബ് എന്ന് പറഞ്ഞൊരു സാധനം ചോദിക്കും എന്ന് എനിക്ക് പേഴ്സണലി ഇപ്പോൾ തോന്നുന്നില്ല. ഓക്കെ, ഇന്നലെ ചെയ്ത വീഡിയോ ഒക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഇനി കൊളാബ് വെച്ചിട്ട് കൊടുക്കാത്തതിനുള്ള ഒരു കാഷ്വൽ സാധനം തോന്നിയെങ്കിലും ഇപ്പം എനിക്ക് ആ സാധനം ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച സമയത്ത് ഇങ്ങനെ ചാൻസ് വളരെ കുറവാണ്. ഇനിയിപ്പോൾ അതിൻ്റെ പ്രൂഫ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ക്ലിനിക്ക് കൊണ്ടുവരണം എന്നേ ഞാൻ പറയുള്ളൂ. ഈ ക്ലിനിക്ക് അതിൻ്റെ പ്രൂഫ് കൊണ്ടുവരണം. ഓക്കെ, അത് വേറൊരു കാര്യം. ഇനി ഇവർ ഈ പറഞ്ഞ പോലെ ഇവർക്ക് ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് ഇവർക്ക് അവിടെ സീനായി. ഇനി അടുത്ത കല്യാണിയോട് എനിക്കൊരു ഡൗട്ടുണ്ട്. ലക്ഷക്കണക്കിന് രൂപ പൊട്ടിച്ചു എന്ന് പറയുന്നു. ഈ ഒരു എന്താ പറയുക വിഷയങ്ങളുണ്ടായി. ഇവിടുത്തെ മാർക്ക് മാറാൻ പോയിട്ട് പിന്നെ അവിടെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് പിന്നെ അവിടെ വിഷയമായി, വീണ്ടും അവരെ കൺസൾട്ട് ചെയ്ത് അവർ വീണ്ടും ഒരു ക്രീം കൊടുത്തു. ലോകത്തെവിടെ ഇല്ലാത്തൊരു പൈസയുടെ ഒരു ക്രീം. നിങ്ങൾ ബ്യൂട്ടി പ്രൊഡക്ട്സ് പ്രൊമോട്ട് ചെയ്യുന്ന, ബ്യൂട്ടി പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്ന ഒരു കോണ്ടൻറ് ക്രിയേറ്ററാണ്.
സാധാരണ ഒരാൾക്ക് ഇതിനോട് അത്ര ഫെമിലിയർ അല്ലെങ്കിൽ പോലും നിങ്ങൾ ഈ കാര്യങ്ങളോട് കുറച്ച് ഫെമിലിയർ ആണ് അല്ലേ? നിങ്ങൾ ഈ ഒരു പാട് മാറാൻ ഇത്ര ലക്ഷം, പാട് മാറാൻ വേണ്ടി മാത്രം ലക്ഷങ്ങൾ പൊട്ടിച്ചു എന്ന് കേൾക്കുമ്പോൾ ഐ ഫീൽ ലൈക്ക് അവിടെ എന്തോ ഒരു വിഷയമില്ലേ? ഇത് കല്യാണിയോട് തന്നെ എൻ്റെ സ്ട്രെയിറ്റ് ആയുള്ള ഡൗട്ട് ചോദിക്കുകയാണ്. ഈ വെറും പാടിന് വേണ്ടി മാത്രമാണ് ഇത്ര ലക്ഷങ്ങൾ പൊട്ടിച്ചിട്ടുള്ളത്. അതിലും നല്ലത് അവിടെ ആ പാടുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്ത് പ്ലാസ്റ്റിക് സർജറി ചെയ്തിട്ട് അവിടെ സെറ്റാക്കി പോവില്ലേ നല്ലത്. അതിന് ഇത്ര ലക്ഷങ്ങൾ പൊട്ടില്ല. അപ്പോൾ അവിടെ എന്താണ് വിഷയം? ആൻഡ് ഇങ്ങനെ മുഖത്തുള്ളൊരു പാടിന് വേണ്ടി ഹെറിഡിറ്ററി ആയിട്ട് അച്ഛനും ഇളയമ്മയ്ക്കൊക്കെ ഉള്ളൊരു പാട് നിങ്ങൾക്കും അത് വിസിബിളായി തുടങ്ങും എന്നുള്ളൊരു പേടി അത് വരുന്നതിന് മുമ്പ് ഈ പാടിന് വേണ്ടിയിട്ട് ഇവർ മുഖത്ത് കുത്തി വയ്ക്കുക എന്നൊക്കെ പറയുമ്പോൾ എന്തോ ആ ഒരു പോർഷൻ എനിക്ക് അത്ര കൺവിൻസിങ് അല്ല. ഓക്കെ, കൊളാബിൻ്റെ കാര്യം ഞാൻ എഗെയിൻ പറയുന്നു, അത് ക്ലിനിക്കുകാർ തന്നെ വന്നിട്ട് ഇനി ആ കൊളാബിൻ്റെ കാര്യം, കാരണം ഒരു കോണ്ടൻറ്റ് ക്രിയേറ്റർ ഇൻഫ്ലുവൻസറിൻ്റെ തലേക്ക് ഇടാൻ പറ്റുന്ന ഏറ്റവും വലിയ ബോംബാണ്. കൊളാബ് ചോദിച്ചതുകൊണ്ട് കൊടുക്കാത്തതിൻ്റെ ദേഷ്യത്തിൽ അവനും അവളും ഞങ്ങൾക്കെതിരെ തിരിഞ്ഞു. ഈ സാധനം ആർക്ക് വേണം ആർക്കെതിരെ അലിഗേഷൻ പറഞ്ഞിട്ട് പോകും. ഒരു കോണ്ടൻറ്റ് ക്രിയേറ്റർ ഇൻഫ്ലുവൻസർ ആണെങ്കിൽ അവർക്കെതിരെ വരാൻ പോകുന്ന ഏറ്റവും വലിയൊരു അലിഗേഷൻ ഈ ഒരു സ്ഥാപനത്തിൽ പോയി അവർ കച്ചറുണ്ടാക്കിയ ഈ സ്ഥാപനത്തിൻ്റെ ആൾക്കാർ പറയാൻ പോകുന്നത് ഇതായിരിക്കും. സോ അങ്ങനെ പറഞ്ഞതാണോ എന്നുള്ളത് ഒന്ന് ഞാൻ ചിന്തിച്ചു പോയി. അപ്പോൾ ആ ടൈമിൽ അതിൻ്റെ ക്ലാരിറ്റി ഇവർ കൊടുക്കണം, അവർക്ക് കൊടുക്കാൻ പറ്റണം. കാരണം അവർ സോഷ്യൽ മീഡിയയിൽ ഈ സാധനം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ക്ലിനിക്കിൻ്റെ സൈഡിൽ നിന്ന് ബില്ല് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ബില്ല് ഇതാ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഇവർ വാദിക്കുന്ന പോലെ എനിക്ക് ബില്ല് ഫുള്ള് തന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും എനിക്കിങ്ങനെ ബൾക്കായിട്ട് ബില്ല് അയക്കണ്ടല്ലോ. അപ്പോൾ ബില്ല് ഇങ്ങ് തന്നു. അപ്പം ഞാൻ ആ ബില്ലെല്ലാം നോക്കി. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ ഇത്രേ ഉള്ളൂ എന്ന്. അപ്പം എൻ്റെ ഹസ്ബൻഡ് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ബാങ്കിൽ പോയിട്ട് ഈ ഒരു ക്ലിനിക്കിലേക്ക് ഞാൻ അയച്ചേക്കുന്ന പൈസയുടെ മാത്രം ഡീറ്റെയിൽസ് എടുത്തു. അപ്പം ഇവർ തന്നക്കുന്ന ബില്ലും ഇതുമായിട്ടും ഗജാന്തരം, അങ്ങനല്ലേ ആ വാക്ക് പറയുന്നത്, നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു, നല്ല ഡിഫറൻസ് ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് ഏകദേശം കൺഫേം ആയി എന്തൊക്കെയോ ഇതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ടെന്ന്. ബില്ല് ഓക്കെ, കയ്യിൽ കിട്ടിയ ബില്ലും കൊടുത്ത പൈസയും തമ്മിലുള്ള ഡിഫറൻസ്, രണ്ട് പോസിബിലിറ്റീസ് പറയാം. ഒന്നില്ലെങ്കിൽ ഇവർ ബില്ലിൽ എന്താ പറയുക, ഇവരുടെ കംപ്ലീറ്റ് ഹിസ്റ്ററി എൻ്റർ ചെയ്യാതെ ബില്ല് അയച്ചു കൊടുത്തതായിരിക്കാം. ഓൾറെഡി ഒരു കാര്യം മനസ്സിലായി, കംപ്ലീറ്റ് ബില്ലും ഇവർ പോയി ഈ സീൻ ഉണ്ടാക്കിയതിന് ശേഷം പോലീസ് സ്റ്റേഷനിൽ പോയതിനു ശേഷമാണ് ഈ ലേഡിക്ക് ഇവർ കംപ്ലീറ്റ് ബില്ലായിട്ട് അയച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് മുമ്പ് ഇവർ ബില്ല് എന്തുകൊണ്ട് അയച്ചു കൊടുത്തില്ല എന്നുള്ളൊരു ചോദ്യം ക്ലിനിക്കിനോട് ചോദിച്ചേ പറ്റൂ. അതിന് ഉത്തരം ക്ലിനിക്ക് തന്നേ പറ്റൂ. വേറൊരു കാര്യം ഇതിനകത്ത്, ഇവർ നേരത്തെ പറഞ്ഞല്ലോ മുഖത്ത് സീൻ ഉണ്ടായപ്പോൾ ഇവർ ക്രീം ഒഴിച്ചു. അതിനിടയിൽ ഇവർ പറഞ്ഞു അവിടുന്ന് കുറേ ക്രീമുകൾ ഇവർ വാങ്ങി. ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് ട്രീറ്റ്മെൻറ്റ് എടുത്തതിൻ്റെ ബില്ല് മാത്രമാണ് നിങ്ങൾക്ക് കിട്ടിയതെന്നുണ്ടെങ്കിലോ, ഈ പ്രൊഡക്ട്സ് വാങ്ങിയതിൻ്റെ ബില്ല് വേറെയാണെങ്കിൽ, സെപ്പറേറ്റ് ആണെങ്കിൽ, ഇതിന് പൈസ കൂടുതലാണല്ലോ പ്രൊഡക്ട്സിന്. ലോകത്തെവിടെയും കേൾക്കാത്ത അത്രയും വിലയുള്ള പ്രൊഡക്ട്സ് നിങ്ങൾ മേടിച്ചു, നിങ്ങൾ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ലെറ്റ്സ് സേ ഇപ്പോൾ നാളെ ക്ലിനിക്ക് പറയുകയാണ് ഇതാ ഇത് ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് ഈ രോഗിക്ക് എടുത്തതിൻ്റെ ബില്ല്, ഇത് ഇവർ ഇവിടുന്ന് വാങ്ങിയ പ്രൊഡക്ട്സിൻ്റെ ബില്ല്, ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്താൽ നിങ്ങളിപ്പോൾ ഈ പറഞ്ഞു പോയ 6 സംഖ്യ വലിയ ലക്ഷം ആയി അങ്ങോട്ട് കൺവേർട്ട് ആയാൽ, അല്ലെങ്കിൽ ഈ ഡിഫറൻസ് ആണ് മാറിപ്പോയാൽ അങ്ങനെ ആവാനുള്ള ചാൻസ് ഉണ്ടല്ലോ. അപ്പോൾ വാങ്ങിയ പ്രൊഡക്ട്സ് ഏതൊക്കെയാണെന്നും ഏതൊക്കെ പ്രൊഡക്ട്സാണ് നിങ്ങൾ യൂസ് ചെയ്തത് ആ ക്ലിനിക്കിൽ നിന്ന് മേടിച്ചെന്നുള്ളത് നിങ്ങളതിൽ എന്താണെങ്കിലും പ്രൂഫുകൾ കാണുമല്ലോ, നിങ്ങളെടുത്ത് കളയൊന്നുമില്ലല്ലോ. 6.5 മാസമായിട്ട് അവിടുന്ന് വാങ്ങിയ പ്രൊഡക്റ്റുകളുടെ ട്യൂബ് നിങ്ങളതിൽ കാണുമായിരിക്കാം. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഇനി പോലീസുകാർ, നിങ്ങളല്ല പോലീസുകാർ വെരിഫൈ ചെയ്ത് ക്രോസ് ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, ഇത് എൻ്റെ ഒരു ഡൗട്ട് ഞാൻ പറഞ്ഞതാണ്. എനിക്ക് എന്തോരം മെസ്സേജസ് വന്നിട്ടുണ്ടെന്ന് അറിയാവോ ഇൻസ്റ്റയ്ക്കകത്ത് ഇവർ പറ്റിച്ചവരുടെയും ഈ 1 സ്റ്റാർ കൊടുക്കുന്നതും ഒക്കെ ഒന്ന് എടുത്തു നോക്കി എൻക്വയറി ചെയ്യുക. എനിക്ക് പേഴ്സണലായിട്ട് തന്നെ ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട്. എൻ്റെ ആ ഇൻസ്റ്റയിലെ കമന്റ് ബോക്സിൽ തന്നെ എത്രയോ പേര് പറഞ്ഞിട്ടുണ്ട് അതിൽ ഇവരിങ്ങനെ പറ്റിച്ചു, ബില്ല് തരുന്നില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഡോക്ടർ ചൂടായി, എത്രയോ പേര് പറഞ്ഞിട്ടുണ്ട്. അവരുടെ അനുഭവം അല്ലേ. അപ്പൊ വെറുതെ ഒരു കാര്യത്തെക്കുറിച്ച് വെറുതെ വന്ന ഒരു അലിഗേഷൻ പറയാനോ, ഒരു സ്ഥാപനത്തിനെ വെറുതെ പൂട്ടിക്കെട്ടാനോ, ഒരു കൊളാബ് തന്നില്ല അതുകൊണ്ട് അവരെ മോശം പറഞ്ഞു, അങ്ങനെയൊന്നും ഇത്രയും ചെറിയ ഒരു ചിന്താഗതി അങ്ങനെയുള്ള ഒരാളൊന്നും അല്ല കേട്ടോ. നമ്മൾ അത്രയും പ്രൂഫും അത്രയും നമ്മൾ ഇനി ഒരാൾക്കൊരു അബദ്ധം പറ്റരുതെന്ന് വിചാരിച്ചിട്ടാട്ടോ ഇത് നമ്മൾ ഷെയർ ചെയ്തത്. ഓക്കെ, അപ്പോൾ എഗെയിൻ ഞാൻ പറഞ്ഞല്ലോ, ഇവർക്കെതിരെ ഓബ്വിയസ്ലി ഇപ്പോൾ ഒരു സ്ഥാപനമാകുമ്പോൾ സ്ഥാപനത്തിൽ സാറ്റിസ്ഫൈഡ് ആവാത്ത ആളുകൾ ഇപ്പോൾ ചെയ്യുന്നത് ഗൂഗിളിൽ റിവ്യൂ ഇടുക, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഇതേപോലെ അവരുടെ എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ കൊണ്ടുപോയിട്ട് കമൻറ്റ് ചെയ്യുക എന്നുള്ള സാധനങ്ങളൊക്കെ ചെയ്യും. ഓക്കെ, ആ സാധനങ്ങളൊക്കെ ഈ സ്ഥാപനത്തിന് കമൻറ്റ് ബോക്സിൽ പോയി നോക്കിയാലും, അല്ലെങ്കിൽ ഇവരുടെ ഈ കോണ്ടൻറ്റുകളുടെ അടിയിൽ വന്ന് നോക്കിയാലും, അല്ലെങ്കിൽ ഇവരുടെ ഗൂഗിൾ റിവ്യൂസിൽ നോക്കിയാലും ഉണ്ട്, ഇല്ല നമുക്ക് പറയാൻ പറ്റില്ല, ഇറ്റ്സ് വിസിബിൾ. ഓക്കെ, ബട്ട് ഞാൻ പറയുന്നത് എന്താ വെച്ചെങ്കിൽ ഈ ബില്ല് എഗെയിൻ ഇവർ എടുത്ത് പറഞ്ഞത് ഇങ്ങനത്തെ 1 സ്റ്റാർ ഇടുന്നതിൽ ബില്ലിൻ്റെ ഇഷ്യൂ പറയുന്നുണ്ട്. അപ്പോൾ ഈ ബില്ലിൻ്റെ ഇഷ്യൂ ഇവിടെ സ്ഥിരമായിട്ട് നടക്കുന്ന വിഷയമാണോ എന്നുള്ളത് നോക്കണം. കാരണം ഇത് ഭയങ്കര കെയർലെസ് ആണ് ആളുകൾ.
മലയാളികൾ എസ്പെഷ്യലി ഇപ്പോൾ പുറത്തൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ബില്ല് നോക്കുന്നത് കാണാം ആളുകൾ. നമ്മൾ മലയാളികൾ നോക്കാറില്ലടി. നമ്മൾ വാങ്ങുന്നു പോകുന്നു, ബില്ല് വെരിഫൈ ചെയ്യുന്നൊക്കെ ആളുകൾ വളരെ കുറവാണ്. അപ്പം സ്നേഹനെ ഞാൻ ഒരു സ്പെസിഫിനായി കണ്ടിട്ടുണ്ട്. വാങ്ങി അപ്പോൾ ബില്ലിരുന്ന് മാച്ച് ചെയ്ത് നോക്കും. അപ്പം ഞാൻ അങ്ങനെ തോന്നിയത് എന്തെന്നാ നാണക്കേട്, നാട്ടിലുള്ള കാശും കൊടുത്ത് പോരടി എന്ന് പറയും. പക്ഷെ ബില്ല് വയ്ക്കുന്നതല്ല. ബില്ല് നോക്കണം, ബില്ല് വാങ്ങണം, ബില്ല് വാട്സാപ്പിൽ വരും എന്ന് പറഞ്ഞാൽ എടുത്ത് നോക്കണം, അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജ് വരും എന്ന് പറഞ്ഞാൽ എടുത്ത് നോക്കണം. കാരണം നാളെ നമുക്ക് ഇല്ലെങ്കിൽ തിരിച്ചെന്തെങ്കിലും സീനായാൽ പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ ബില്ലിൻ്റെ വിഷയം ഇങ്ങനെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ദാറ്റ്സ് എ ക്രൂഷ്യൽ തിങ്. ഓക്കെ, അതൊരു ക്രൂഷ്യൽ സാധനമാണ് എന്നുള്ളത് ഞാൻ വീണ്ടും പറയുന്നു. ഇനി നമുക്ക് ഇതിനകത്ത് നോക്കാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ സ്ഥാപനത്തിലെ ഓക്കെ, ഇനി ബൈ ദ വേ ഈ സ്ഥാപനത്തിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് ഇനി കാണിച്ചിട്ട് ഇപ്പോൾ അത് കാണിക്കാതിരിക്കുന്നുണ്ട്. ഡോക്ടറുടെ പേര് ഡോക്ടർ ഫാത്തിമ നിലൂഫർ ഷെരീഫ്. ഓക്കെ, ഇവർ നിങ്ങൾ യൂട്യൂബിൽ അടിച്ച് നോക്കിയാൽ തന്നെ ഫാത്തിമ നിലൂഫറിനെ കുറിച്ച് ഒരുപാട് അവർ കൊടുത്ത ഇൻ്റർവ്യൂസ്, അവരുടെ സ്പീച്ചുകൾ, അവരുടെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്പർ ഓഫ് ഉണ്ട്. അവർ എന്താ പറയുക, വെൽ നോൺ സെലിബ്രിറ്റി കോസ്മെറ്റോളജിസ്റ്റ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ വെൽനെസ് ഡോക്ടർ എന്നൊക്കെ പറഞ്ഞ രീതിയിൽ ഭയങ്കര ഫെയിമാണ് അവർ. അപ്പോൾ അങ്ങനെയുള്ള അവരുടെ സ്ഥാപനമാണിത്. ഓക്കെ, അവരുടെ പേഴ്സണൽ പ്രൊഫൈലിൽ തന്നെ കയറി നോക്കിയാൽ നിങ്ങൾക്ക് ഒരുപാട് സെലിബ്രിറ്റീസുമായിട്ടുള്ള അവരുടെ ഫോട്ടോസ്, വീഡിയോസൊക്കെ കാണാൻ പറ്റും. പക്ഷേ അവരതൊന്നും ദെയർഫോർ ഐ ആം എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ ഈ ഒരു സ്ഥാപനത്തിലേക്ക് കൊണ്ടുവന്ന് യൂസ് ചെയ്തില്ല. ബിക്കോസ് ദെയർഫോർ ഐ ആം എന്ന് പറഞ്ഞ സ്ഥാപനത്തിൻ്റെ പേജിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം അവരുടെ പാറ്റേൺ ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ്. അവരൊരു കൊളാബ് എടുത്തിട്ടോ അല്ലെങ്കിൽ ഈ വരുന്ന ഫേസുകളെ ഉപയോഗിച്ചിട്ടുള്ളൊരു എന്താ പറയുക PR വർക്കിലൂടെയോ അങ്ങനത്തെ കുറേ പ്രൊമോഷനിലൂടെയോ അവരുടെ സ്ഥാപനം വളർത്തിയ ആളല്ല. അവരുടെ സ്ഥാപനത്തിൻ്റെ ഫേസ് എന്ന് പറയുന്നത് അവരുടെ ഈ പറഞ്ഞ ഡോക്ടർ നിലൂഫർ തന്നെയാണ്, ദ CEO ഓഫ് ദാറ്റ് ക്ലിനിക്. അവർ തന്നെയാണ് അതിൻ്റെ ഫേസ്, അവർ തന്നെയാണ് അതിൻ്റെ ക്രെഡിബിലിറ്റി, അവർ തന്നെയാണ് ആ സാധനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സോ അങ്ങനെയുള്ളൊരു സ്ഥാപനവും ഒരു ഡോക്ടറുമാണിത്. ബൈ ദ വേ ഈ ഡോക്ടറെ കുറിച്ച് പറയുമ്പോൾ ധന്യ വർമ്മയുടെ ഇൻ്റർവ്യൂവിൽ ഓക്കെ, ഇപ്പോൾ റീസെൻ്റ്ലി അപ്ലോഡ് ചെയ്ത ഇൻ്റർവ്യൂവിനകത്ത് കൃത്യമായിട്ട് ഇവരെക്കുറിച്ചൊരു റെഫറൻസ് വരുന്നുണ്ട്. ഓക്കെ, അത് ഞാൻ ആദ്യം ഇവിടെ പ്ലേ ചെയ്യാം. ഇത്ര കഷ്ടപ്പെട്ട് ഞാൻ യോഗ ചെയ്യേണ്ട വല്ല ആവശ്യമുണ്ടോ? ഇപ്പം ഇഷ്ടംപോലെ ക്ലിനിക്സ് ഉണ്ട്. അവിടെയൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നോൺ സർജിക്കലും സർജിക്കൽ പ്രൊസീജിയേഴ്സ് ഇഷ്ടംപോലെ. ഫാറ്റ് മാത്രം എടുത്ത് കളയണോ? എന്ത് വേണമെങ്കിലും നമുക്ക് ചേഞ്ച് ചെയ്യാമല്ലോ, എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചേഞ്ച് ചെയ്യാം. നമ്മുടെ ശരീരം മാറ്റാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇപ്പോൾ ദൈവാനുഗ്രഹിച്ച് ഇവിടെ ഉണ്ട്. മാത്രമല്ല എനിക്ക് അത് നല്ലൊരു സുഹൃത്തും ഉണ്ട് ഈ ഒരു ഫീൽഡിൽ. നിലൂഫർ എന്ന് പറയുന്ന ഒരു കുട്ടി, ദെയർഫോർ ഐ ആമിൻ്റെ ഓണർ. ആ കുട്ടി ശരിക്കും നിലു ചെറിയ കുട്ടിയാണ്. നിലുവിൻ്റെ അമ്മ നിമ്മിയാൻറ്റി എൻ്റെ ഫാമിലി ഫ്രണ്ടാണ്. എന്നെ കല്യാണത്തിന് ഒരുക്കിയത് നിമ്മിയാൻറ്റിയാണ്. എൻ്റെ ചെറിയമ്മയും നിമ്മിയാൻറ്റിയും വലിയ അടുപ്പായിരുന്നു. അപ്പം ഞാൻ ചെറിയ കുട്ടിയാകുമ്പോഴത്തേക്ക് നിമ്മിയാൻറ്റിയുടെ അടുത്ത് പോകും. അപ്പം നിമ്മിയാൻറ്റിയുടെ മോളാണ് നിലൂഫർ. അപ്പം ഞാൻ ഈ കുട്ടിയുടെ അടുത്ത് പോയിട്ടില്ല എന്നല്ല, ഞാൻ പോയിട്ടുണ്ടാകും. നിലൂഫറിൻ്റെ അടുത്ത് പോയിട്ടുണ്ട്. അപ്പം ഞാൻ എന്തോ ഇങ്ങനെ സ്കിന്നിൻ്റെ കാര്യം അങ്ങനെ എന്തോ ചോദിക്കുമ്പോൾ ഈ കുട്ടി അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയും. അത് കഴിഞ്ഞ് ഞാൻ വിചാരിച്ചു എന്നോടുള്ള അടുപ്പം കൊണ്ടായിരിക്കും പറയണേ. അപ്പുറത്ത് വേറെ ആരൊക്കെയോ വന്നു, ആ കുട്ടി അവരോടും ഈ കുട്ടി പറയുന്നുണ്ട് ഇതിൻ്റെ ആവശ്യമില്ല, നിങ്ങൾക്ക് ഇതിൻ്റെ ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പം ഞാൻ ചോദിക്കുക കുട്ടീൻ്റെ അടുത്ത്, എന്തിനാണ് ഇങ്ങനെ എല്ലാവരോടും ഇങ്ങനെ ഇത് കുട്ടിക്ക് അതിൻ്റെ ആവശ്യമില്ല, മുടി ഉണ്ടല്ലോ, മുടി വെറുതെ പോകണ്ട, അതിൻ്റെ ആവശ്യമില്ല എന്ന് തോന്നുന്നു എന്ന് പറയുമ്പോൾ ഞാൻ ഈ കുട്ടിയോട് ചോദിച്ചിട്ടുണ്ട് എങ്ങനെ മോളെ ബിസിനസ് നടക്കണേ എന്ന് പോലെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കുട്ടിക്ക് അതൊരു പാഷനാണ്. അപ്പോൾ അങ്ങനത്തെ എനിക്ക് അങ്ങനെയുള്ള നല്ല സൗഹൃദങ്ങളുണ്ട്. വേണ്ടത് അത് ചെയ്തോളൂ, ഇത് ചെയ്തോളൂ, നമുക്ക് ചേഞ്ചസ് വരുത്താൻ ഉള്ള എല്ലാ സൗകര്യങ്ങളും അല്ലെങ്കിൽ പറഞ്ഞു തരുന്ന ഒരു ഫ്രണ്ട് എനിക്കുണ്ട്. പക്ഷെ എനിക്കതിൻ്റെ ആവശ്യം തോന്നിയിട്ടില്ല. എനിക്ക് എൻ്റെ പ്രൊഫഷൻ ഇപ്പം അതിൻ്റെ ആവശ്യമില്ല. ഇപ്പം ഞാൻ ചെയ്യുന്ന കാര്യത്തിന് എനിക്കതിൻ്റെ ആവശ്യമില്ല. വെയിറ്റ് ലോസ് എന്നല്ല, എനിക്കങ്ങനെ എൻ്റെ ലുക്സിന് വേറെ ഒരാൾ കണ്ടിട്ട് ഇതാക്കുന്ന എനിക്ക് ആ ലുക്സിന് അങ്ങനെ കൊടുക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. സംയുക്ത വർമ്മ ഓൾറെഡി വെൽ നോൺ എസ്റ്റാബ്ലിഷ്ഡ് ആക്ട്രസ് ആണ്. അവർ യോഗ കാര്യങ്ങൾ ചെയ്യുന്നതിൽ ഇപ്പോൾ ഈ സിനിമ ഫീൽഡിൽ നിന്ന് മാറിയതിന് ശേഷമൊക്കെ യോഗ കാര്യങ്ങൾ വളരെ ആക്റ്റീവാണ്. അവരുടെ അങ്ങനത്തെ കുറേ പോസ്റ്റുകളും സാധനങ്ങളൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അവർ വന്നിരുന്നിട്ട് ഈ സ്ഥാപനത്തിനെ കുറിച്ചും ഈ നിലൂഫറിനെ കുറിച്ചിട്ടൊക്കെയാണ് ഈ പറയുന്നത്. ഓക്കെ, അവർ ഭയങ്കര അടിപൊളിയായിട്ടാണ് സംസാരിക്കുന്നത്. അതായത് സെലിബ്രിറ്റികളുടെ ഇടയിൽ ഷീസ് എ വെൽ നോൺ പേഴ്സൺ. അവരുടെ ട്രീറ്റ്മെൻറ്റുകൾ, അവരുടെ സ്ഥാപനം, അവരുടെ വെൽനെസ് സെൻ്ററൊക്കെ ഭയങ്കര ഹൈ നിൽക്കുന്ന ഐറ്റമാണ്. ഓക്കെ, കഴിഞ്ഞിട്ടില്ല ഉണ്ണി വ്ളോഗ്സിൻ്റെ വീഡിയോനകത്തും കഴിഞ്ഞ ദിവസം അവർ ഈ സ്ഥാപനത്തിൽ പോയതിനെ കുറിച്ച് സംസാരിച്ചു എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഉണ്ണി വ്ളോഗ്സിൻ്റെ വീഡിയോ കണ്ടത് ഇന്നാണ്. അന്ന് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ അവിടെ ചെല്ലുമ്പോൾ കാരണം ആ സമയത്ത്
നമ്മൾ ഈ ബ്യൂട്ടി ഇൻഫ്ലുവൻസേഴ്സിൻ്റെ വീഡിയോസ് ഫുള്ള് കുത്തിയിരുന്നുണ്ട്. എനിക്ക് കേരളത്തിലെ എല്ലാ ബ്യൂട്ടി ഇൻഫ്ലുവൻസേഴ്സിനെ അറിയാമായിരുന്നൊരു സമയമാണ്. അപ്പം ഞാൻ ഉണ്ണീനെ അവിടെ ചെന്നപ്പോൾ പുള്ളിക്കാരത്തി അവിടെ ഉണ്ടായിരുന്നു, കല്യാണി. ഞാൻ ഉണ്ണീൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ദേ വീഡിയോയിൽ റെഫർ ചെയ്ത സമയത്ത് അതിനകത്തുണ്ടായിരുന്ന ഒരു ബ്യൂട്ടി ഇൻഫ്ലുവൻസർ ആണിത് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ആ സമയത്ത് സംസാരിച്ചതും അതാണ്. കാരണം ഇവര് ഈ ബ്യൂട്ടി ഇൻഫ്ലുവൻസേഴ്സിന്റെ ഒക്കെ കാര്യം ഞാൻ ഇതുപോലെ മറ്റൊരു ക്ലിനിക്കിൽ പോയ സമയത്തും എനിക്ക് പേഴ്സണലായിട്ട് എക്സ്പീരിയൻസ് ഉള്ളതാണ്. അതായത് അവിടെ ചെല്ലുന്ന സമയത്ത് ഒരു ഫോട്ടോ ആൽബം അവരവിടെ എടുത്ത് വെക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റഗ്രാം പേജ് ചെക്ക് ചെയ്താൽ മനസ്സിലാകാൻ പറ്റും. നിങ്ങൾക്ക് യൂട്യൂബിലൂടെ പ്രൊഡക്ട്സ് സജസ്റ്റ് ചെയ്യുന്ന ഒരുവിധം എല്ലാ വ്യക്തികളും തന്നെ അവര് സ്കിൻ ക്ലിനിക്കിൽ പോയിട്ട് പ്രോപ്പറായിട്ട് ട്രീറ്റ്മെന്റ്സ് എടുക്കുന്ന വ്യക്തികളാണ്. ഞാൻ ഒരു വ്യക്തി സ്കിൻ ക്ലിനിക്കിൽ പോകരുതെന്നോ ട്രീറ്റ്മെന്റ് എടുക്കരുതോ എന്നോ ഒന്നുമല്ല പറയുന്നത്. പല ആൾക്കാരും പറയും അതെന്തിനാ ഇത്ര സ്കിൻ ക്ലിനിക്കിലൊക്കെ പോയി ട്രീറ്റ്മെന്റ് എടുക്കുന്നത്. അവർക്കത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അവർക്ക് ഇഷ്ടമാണ്. ഇപ്പോൾ ഒരു സ്കിൻ ഇപ്പം എന്താ പറയുക ചേഞ്ച് ചെയ്യുന്നതാണെങ്കിൽ പോലും, ഫീച്ചേഴ്സ് ചേഞ്ച് ചെയ്യുന്നതാണെങ്കിൽ പോലും അവരുടെ ഹെൽത്തിന് അത് ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ അവരതിലൂടെ ഒരു മോശം മെസ്സേജ് കൊടുക്കുന്നില്ല എന്നാണെങ്കിൽ, ഇപ്പം ഇങ്ങനെ ചെയ്താൽ മാത്രമേ ഭംഗിയായിട്ടിരിക്കുള്ളൂ, ഇങ്ങനെ നിങ്ങൾ ചെയ്യണം, ഇങ്ങനെ ചെയ്യാത്ത ആൾക്കാരൊക്കെ മോശമാണ് എന്നൊന്നും പറയാത്തിടത്തോളം കാലം അവർക്കത് അഫോർഡ് ചെയ്യാൻ പറ്റും, അവർക്ക് അവരെ അങ്ങനെ കാണാനാണ് ഇഷ്ടം എന്നാണെങ്കിൽ ഇറ്റ്സ് കംപ്ലീറ്റ്ലി ദെയർ ചോയ്സ്. അപ്പൊ അവരവിടെ വരുന്നതോ ഒന്നുമല്ല ഒരു പ്രശ്നമായിട്ട് തോന്നിയിരുന്നത്. പക്ഷേ ഇവരുടെ സബ്സ്ക്രൈബേഴ്സിന് അല്ലെങ്കിൽ യൂട്യൂബിലോ ഇൻസ്റ്റഗ്രാമിലോ എവിടെയാണെങ്കിലും ഈ സോഷ്യൽ പ്ലാറ്റ്ഫോംസിൽ ഇവരുടെ ഓഡിയൻസിന് ഇവരൊരു പ്രൊഡക്റ്റ് സജസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഞാനിത് യൂസ് ചെയ്യുന്നതാണ്, എനിക്കിത് ചെയ്തിട്ട് ഇങ്ങനെ വന്നു, എന്റെ മുഖം വെളുത്തു, എന്റെ അണ്ടറാം വെളുത്തു, പിന്നെ എന്റെ സ്കിന്ന് ഭയങ്കര ബ്രൈറ്റ് ആയി, എന്റെ സ്കിന്നിൽ ഇപ്പൊ പാടുകളൊന്നുമില്ല, ഇത് യൂസ് ചെയ്തതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്, നിങ്ങൾ മസ്റ്റ് ട്രൈ എന്ന് പറഞ്ഞിട്ട് സജസ്റ്റ് ചെയ്യുന്ന ഇവര് തന്നെ സ്കിൻ ക്ലിനിക്കിൽ പോയിട്ട് ഈ പ്രൊഡക്ട്സ് ഒന്നുമല്ല ഇവർ യൂസ് ചെയ്യുന്നത്. ഒരു ഡെർമാറ്റ് അവർക്കൊക്കെ ഉണ്ടായിരിക്കും, അവർ പറയുന്നത് അനുസരിച്ചിട്ടുള്ള പ്രോപ്പർ ട്രീറ്റ്മെന്റ്. ഈ ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് ആണ് നമ്മുടെ നാട്ടിലും ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. നിങ്ങളുടെ സ്കിന്നിന്റെ കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ ചെയ്യാം, സ്കിന്ന് ഒന്ന് ഈവൻ ടോൺ ഒന്ന് ആക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം, സ്കിൻ ഫീച്ചേഴ്സ് ചേഞ്ച് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അങ്ങനെ തുടങ്ങിയിട്ട് നിങ്ങളിത് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും അവർ ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്തതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നതെന്ന്. പക്ഷേ നമ്മൾ എപ്പോഴും വീഡിയോയിൽ പറയുന്നത് പോലെ ഓഡിയൻസ് റെസ്പോൺസിബിൾ ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. ഞാൻ ആ സമയത്ത് വീഡിയോസ് നോക്കുന്ന സമയത്ത് പല ഇൻഫ്ലുവൻസേഴ്സിന്റെയും വീഡിയോസിന് താഴെ വന്ന ഒരു മെയിൻ കമന്റ് എന്ന് പറയുന്നത്, തുടക്കത്തിൽ ഇവരൊന്നും ഇങ്ങനൊന്നും അല്ലായിരുന്നു, ഇത്രയ്ക്ക് അഹങ്കാരമൊന്നും ഇല്ലായിരുന്നു, ഇപ്പൊ ഇവരങ്ങ് ഭയങ്കര സംഭവമായി പോയി, ഇപ്പൊ ഇവർ കുറെ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തു, ഇപ്പൊ ഇവരങ്ങ് എന്തോ വലിയ സംഭവമായി എന്നാണ് ഇവരുടെ വിചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ കാണുമ്പോഴും സംഭവിക്കുന്നതെന്ന് പറയുന്നത് നമ്മുടെ ചാനൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ആ വളർച്ചയിൽ നമുക്ക് യൂട്യൂബിൽ നിന്ന് ഇൻകം കിട്ടും, നിങ്ങളുടെ സപ്പോർട്ടോട് കൂടിയിട്ടാണ്. പക്ഷെ അത് നമ്മൾ ഏൺ ചെയ്യുന്ന എമൗണ്ട് ആണ്. ആ എമൗണ്ട് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഇംപ്രൂവ് ചെയ്യാനും യൂസ് ചെയ്യാവുന്നതാണ്. അതിനകത്തൊരു തെറ്റൊന്നും പറയാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ ഉണ്ണിയുടെ വീഡിയോ നിങ്ങൾ കയറി കണ്ടാൽ മതി. ഇവർ ഓൾറെഡി പറയുന്നുണ്ട്, ഈ ലേഡി ഇവർ ഈ ഒരു ഹോസ്പിറ്റൽ ഓപ്റ്റ് ചെയ്തത് ഇപ്പോൾ കല്യാണി ഓപ്റ്റ് ചെയ്ത പോലെ തന്നെ ഇവരുടെ ഇൻ്റർവ്യൂസ് കണ്ട് ഇവരുടെ ക്ലിനിക്കിനെ കുറിച്ച് നല്ല രീതിയിൽ അന്വേഷിച്ചിട്ടൊക്കെയാണ്. ആൻഡ് അവർക്ക് അവിടുന്ന് ഒരു നല്ല എന്താ പറയുക ട്രീറ്റ്മെൻറ്റും അവർക്ക് നല്ലൊരു ഔട്ട്പുട്ടാണ് അവിടുന്ന് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അവരവിടെ ചെന്ന സമയത്ത് കല്യാണീനെ അവിടെ കണ്ടതിനെ കുറിച്ചും പിന്നെ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞ സാധനം ഇവർ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. കാരണം ഇവിടുത്തെ ബ്യൂട്ടി ഇൻഫ്ലുവൻസേഴ്സ്, ബ്യൂട്ടി വ്ളോഗേഴ്സ് അല്ലെങ്കിൽ ബ്യൂട്ടി പ്രൊഡക്ട്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആളുകളൊക്കെ ഈ പറഞ്ഞ ക്ലിനിക്കൽ ട്രീറ്റ്മെൻറ്റ് എടുത്തതിന് ശേഷമാണ് ഇവർ വന്നിട്ട് ഈ പ്രൊഡക്റ്റ് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു, ഞാൻ വെളുത്തു, ഞാൻ ഗ്ലോ ആയി എന്നൊക്കെ പറഞ്ഞ് പ്രൊമോട്ട് ചെയ്യുന്നത്. ഇത് ഇനി ഞാൻ പറഞ്ഞ് ചടപ്പിക്കുന്നില്ല. ഇപ്പോൾ വേറൊരാളും കൂടി അത് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് സാധനം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇന്നലെ തന്നെ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞപ്പോൾ ഒരുപാട് പേര് ഇത് കമൻറ്റ് ബോക്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ശരിയാണ് ചേട്ടാ പറഞ്ഞത് കറക്റ്റാണ്. കാരണം എല്ലാവരും പോയിട്ട് വല്ല ക്ലിനിക്കിലും പോയി ട്രീറ്റ്മെൻറ്റ് എടുത്തതിന് ശേഷമാണ് ഈ ബ്യൂട്ടി പ്രൊഡക്ട്സ് പ്രൊമോട്ട് ചെയ്തിട്ട് ഇതുകൊണ്ട് ഞാൻ വെളുത്ത്, ഇതുകൊണ്ട് ഞാൻ നന്നായി, ഇതുകൊണ്ട് എനിക്ക് ഗ്ലോ കിട്ടി എന്ന് പറയുന്നത്. അത് ഇനിയെങ്കിലും ഇവിടുത്തെ വ്യൂവർഷിപ്പ് മനസ്സിലാക്കുക. അല്ലാതെ ഈ പ്രൊഡക്ട്സ് യൂസ് ചെയ്തതുകൊണ്ടല്ല, ഇവരിങ്ങനത്തെ ക്ലിനിക്കിൽ ചെന്നിട്ടാണ്. ഫൈൻ. അപ്പോൾ ഉണ്ണിയുടെ വീഡിയോനകത്ത് അവരും ഈ ക്ലിനിക്കിനെ കൊണ്ട് അവർ ഹാപ്പിയാണ്. ഈ ക്ലിനിക്കോ അല്ലെങ്കിൽ ഈ ഡോക്ടറെ കൊണ്ടോ അവർക്കും വലിയ സീനൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് അവരും പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ കുറേ ആൾക്കാർ ഈ ക്ലിനിക്കിനെ കുറിച്ചും ഈ ഡോക്ടറിനെ കുറിച്ചൊക്കെ നല്ല അടിപൊളി അഭിപ്രായങ്ങൾ പറഞ്ഞ് ആ ടൈമിലാണ് കല്യാണി എന്ത് പറയുന്നത്, കല്യാണിക്ക് ഇങ്ങനത്തെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടായി, ഈ രീതിയിൽ ട്രീറ്റ്മെൻറ്റ് പാളിപ്പോയത് ചോദ്യം ചെയ്തപ്പോൾ ബില്ല് തന്നില്ല, ട്രീറ്റ്മെൻറ്റ് ഹിസ്റ്ററി തന്നില്ല, ഡീറ്റെയിൽസ് തന്നില്ല എന്നുള്ള കാര്യങ്ങളുമായിട്ട് വരുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ബിയോണ്ട് ദ സീൻ ബൈ അക്കൂസ് എന്ന് പറഞ്ഞുള്ള ചാനലിനകത്ത് ഈ ഡോക്ടർ സംസാരിക്കുന്നുണ്ട്. ഈ ഡോക്ടർ സംസാരിക്കുന്ന കാര്യങ്ങളും കൂടി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നേരത്തെ കല്യാണി പറഞ്ഞ കാര്യങ്ങളും ഡോക്ടർ പറയുന്ന കാര്യങ്ങളും ഭയങ്കര ഡിഫറൻസ് ഉണ്ട്.
ഇതിപ്പോ സംഭവിച്ചെന്താ വെച്ചാൽ ഈ കുട്ടി എന്റെ ക്ലയന്റ് പേഴ്സണലി, വേറെ ഒരു ഡോക്ടേഴ്സിനല്ല, എന്റെ ക്ലയന്റ് ആയിട്ട് ആളും ആളുടെ ഹസ്ബൻഡും കൂടെ വന്നതാ. വന്ന് 8 മാസം മുന്നേ, ഒരിക്കലും ഒക്ടോബറിലാണ് കുട്ടി ആദ്യമായിട്ട് വന്നത്. ഇപ്പൊ സത്യം വിളിച്ചു പറയാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല. ആ കുട്ടിയുടെ മുഖത്ത് വല്ല പൊള്ളലോ പിമ്പിളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടല്ലോ? ഒന്നും പറ്റിയിട്ടില്ല. ആ കുട്ടി കുറേ ക്ലിനിക്സിൽ പോയിട്ട് ഈ എൻഡോഴ്സ്മെന്റ് കാര്യങ്ങളൊക്കെ നടത്തുന്നതാണ്. അവർക്ക് വന്നിട്ട് കൊളാബ് വേണം, എന്താ പറയുക, ഫ്രീ ആയിട്ട് വേണം എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ ഞാനിപ്പോ പറയും കൂടെ ചെയ്തു. മഞ്ജു വാര്യർ തൊട്ട് ആ ലെവലിൽ തെലുങ്ക് ഫിലിം ആക്ടേഴ്സ് തൊട്ട് എല്ലാവരും നമുക്ക് പേയ്മെന്റ്, നമ്മൾ ഇതൊരു ഇൻഫ്ലുവൻഷ്യൽ മാർക്കറ്റിംഗിൽ കയറിയിട്ടില്ല. നമുക്ക് അങ്ങനത്തെ ഒരു മാർക്കറ്റിംഗ് പ്ലാറ്റ്ഫോം നമ്മൾ ഇതുവരെ ടാപ്പ് ചെയ്തിട്ടില്ല. കാരണം എനിക്കെന്തോ ഇപ്പൊ ഇൻഫ്ലുവൻസേഴ്സ് വന്നിട്ട് ഇപ്പൊ ഓരോന്ന് വന്ന് പറയുമ്പോൾ ഒരു മെഡിക്കൽ കാര്യമല്ലേ ഇവർ ഈ പറയണത്. ഒരാൾക്ക് ഒരു സ്കിൻ ട്രീറ്റ്മെന്റ് വർക്ക് ചെയ്തതിന്റെ അർത്ഥം മറ്റാൾക്കാർ വർക്ക് ചെയ്യാനില്ലല്ലോ. അതിന്റെ ഒരു ഐഡിയോളജി ഞാൻ ഒരിക്കലും എന്താ പറയുക ഇൻഫ്ലുവൻസേഴ്സിനെ കൊണ്ട് നമുക്കങ്ങനെ മാർക്കറ്റിംഗ് ക്യാമ്പയിൻസ് ചെയ്യാറില്ല. അറിഞ്ഞുകൊണ്ട് തന്നെ ഓരോ ആളുകൾ വന്ന് നമ്മുടെ ട്രീറ്റ്മെന്റ് എടുക്കൽ തന്നെയായിരിക്കും ഏറ്റവും നല്ലതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ശരിക്കും സത്യം പറഞ്ഞാൽ വേറെ ഒരു ക്ലിനിക്കായിട്ട് അവർക്ക് ഒരു ഫ്രീ ആയിട്ട് കൊളാബ് ചെയ്യാൻ സമ്മതിച്ചു. അപ്പോൾ അവര് ഹസ്ബൻഡ് ആൻഡ് വൈഫ് വന്നിട്ട് നമ്മുടെ മെഡിക്കൽ ഹിസ്റ്ററി ഹാർഡ് കോപ്പി വേണമെന്ന് പറഞ്ഞു. നമ്മുടെ ഹാർഡ് കോപ്പി എങ്ങനെ തരാം? ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നിങ്ങൾ അവർ മൊത്തം ഫയൽ തരൂ? ഇല്ല. ഡിസ്ചാർജ് സമ്മറിയും അവർ കാരണം ഭയങ്കര ഒച്ചപ്പാടുണ്ടാക്കി. അപ്പോൾ അയാളൊരു ഗവൺമെന്റ് ഓഫീസ്, അതും ഹസ്ബൻഡ് പോലീസാണെന്നാണ് വന്ന് പറഞ്ഞത്. അപ്പൊ അന്ന് ഒച്ചപ്പാടും പാടും ക്ലിനിക്കിലാക്കി വെച്ചാൽ എവിടത്തെ പോലീസാന്ന് ചോദിച്ചു. പറഞ്ഞു വെഹിക്കിൾ ഇൻസ്പെക്ടറാണ് ആദ്യത്തെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ, വെഹിക്കിൾ ഇൻസ്പെക്ടർ, നിങ്ങൾ ഗവൺമെന്റ് ഒഫീഷ്യൽ അല്ലേ, കേസ് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കേസ് കൊടുത്ത് ക്ലിനിക്കിൽ ഫ്രണ്ടിൽ വന്നിട്ട് കുഴിച്ച് നിങ്ങൾ ചാവും അങ്ങനെയൊക്കെ ഓരോന്ന് പറയും. നമ്മളാരും ഇത് ഇങ്ങനെ ഫേസ് ചെയ്തിട്ടില്ല. ഒരാൾ വന്നിട്ട് ഒരു യൂട്യൂബർ എന്ന് പറഞ്ഞു അന്നൊരാള് ഇങ്ങനെ ഒച്ചപ്പാട് പാടുണ്ടാക്കുന്ന ഒരു അസഭ്യമായിട്ടുള്ള ഭാഷകളൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മളും ഈ ഒരു ഗവൺമെന്റ് ഒഫീഷ്യലും അല്ലേ, അപ്പൊ ഞങ്ങളെല്ലാവരും ഇത് മിണ്ടായിരുന്നു. സംഭവം നമുക്കിത് മനസ്സിലായില്ല. പിന്നീടാണ് നമ്മുടെ കൂട്ടത്തിലുള്ള സ്റ്റാഫുകൾ പറഞ്ഞ മാഡം കുറച്ച് നാളുകളായി കഴിഞ്ഞൊരു മാസമായിട്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഒക്ടോബർ തൊട്ട് മെയ് വരെ നമ്മുടെ കസ്റ്റമർ ഫീഡ്ബാക്ക് വിളിച്ചു ചോദിക്കുമ്പോൾ സാറ്റിസ്ഫൈഡ് നമുക്ക് അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ട്. കാരണം കേരളത്തിൽ ഇത്രയും ക്ലിനിക്സ് ഉള്ളപ്പോൾ ഡോക്ടർമാർ ശരിക്കും പണിയെടുക്കുന്നില്ലേ, എല്ലാവരും ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടി ഞങ്ങളുടെ കൊച്ചിയിലത്തെ കോർപ്പറേറ്റ് ഓഫീസിൽ നിന്ന് എല്ലാ ക്ലയൻസിനെയും വിളിച്ചു ചോദിക്കും. പിറ്റേ ദിവസം ട്രിവാൻഡ്രത്ത് ഇരിക്കുന്ന ക്ലയന്റിനെയും കണ്ണൂർ ഇരിക്കുന്ന ക്ലയന്റിനൊക്കെ ചോദിക്കും, നിങ്ങൾ ഇന്നലെ ഈ കണ്ണൂർ ക്ലിനിക്കിൽ നിന്ന് ഇന്ന് ട്രീറ്റ്മെന്റ് ചെയ്തിരുന്നു, അതിനെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്ന് ഡോക്ടർ എല്ലാവരും പറഞ്ഞില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് ഓഡിയോ റെക്കോർഡ്സും ഡോക്യുമെന്റഡ് സിസ്റ്റംസ് നമുക്കുണ്ട്. ഓഡിയോ റെക്കോർഡ്സ് ഉണ്ട്. സാറ്റിസ്ഫൈഡ്. മെയിൻ സംഭവിച്ചത് എന്താ വെച്ചാൽ വേറൊരു ക്ലിനിക്കാർ അവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാന്ന് പറഞ്ഞപ്പോൾ അവർ ഞങ്ങൾ ഓൺ ഗോയിങ് ട്രീറ്റ്മെന്റ് റെക്കോർഡ്സ് വേണമെന്ന് പറഞ്ഞു. അതിപ്പോ കൊടുക്കണോട് കുഴപ്പമില്ല. കാര്യം ഒരു ഹോസ്പിറ്റലിൽ ഒരാൾ ഇറങ്ങി പോണ സമയത്ത് വേറെ ഹോസ്പിറ്റലിൽ നമുക്ക് ഡിസ്ചാർജ് സമ്മറി കൊടുക്കണ്ടേ, അത് തരാന്ന് പറഞ്ഞപ്പോൾ ഹസ്ബൻഡ് വൈഫ് അവിടെ ഒരിക്കലും നോക്കിയിട്ട് ഒന്നുകിൽ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഫ്രീ കിട്ടണം, അല്ലെങ്കിൽ ഇവിടെ നടന്ന കാര്യങ്ങൾക്ക് ഞങ്ങൾ ഇങ്ങനെ ഇപ്പൊ ഉള്ളത് മുന്നോട്ടുള്ളത് ഫ്രീ തരണം നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കണമെന്ന് വെച്ചു. അപ്പൊ അവർ സ്വരം ഈ പറഞ്ഞ കല്യാണി പറഞ്ഞതിൽ നിന്നും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വേർഷനാണ് ഈ ഡോക്ടർ സംസാരിക്കുന്നത് അല്ലേ. അതായത് ഇവർക്ക് വേറൊരു ക്ലിനിക്ക് ഫ്രീ ആയിട്ട് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാന്നുള്ള ഓഫർ കൊടുത്തു. അതുകൊണ്ട് ഇവരിവിടെ വിഷയമുണ്ടാക്കി. ഇവരുടെ ബാക്ക് ആൻഡ് ടീം ഇവർ സാറ്റിസ്ഫൈഡ് ആണോ എന്ന് ചോദിച്ചിട്ടുള്ള കോളുകൾ വിളിച്ച സമയത്ത് മെയ് വരെ ഇവർ സാറ്റിസ്ഫൈഡ് ആണെന്ന് പറഞ്ഞു. ഇതിൻ്റെ റെക്കോർഡുകൾ ഇനി ക്ലിനിക്കിന് പുറത്ത് വിടാൻ പറ്റുമോ? കേസും ഇഷ്യൂ ആയതുകൊണ്ട് അത് പുറത്ത് വിടാൻ പറ്റില്ല, അത് ഇനി നമുക്ക് കിട്ടൂല. പക്ഷേ ഇവർ പറയുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, ഈ കുട്ടി ഈ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ ഈ ക്ലിനിക്കിൽ വന്ന സമയത്ത് തന്നെ പാരലലി വേറെ ഏതെങ്കിലും ക്ലിനിക്കിൽ പോയിട്ട് ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ടോ എന്നുള്ളതിനെ കുറിച്ചിട്ട് അവർ ഡൗട്ട്ഫുൾ ആവുന്നു. ഇനി ഈ ക്ലിനിക്കിൽ വന്നതുകൊണ്ട് ഇവർക്ക് വേറെ എന്തെങ്കിലും എക്സ്ട്രാ മുഖത്ത് വേറെ വിഷയങ്ങൾ പൊള്ളൽ അങ്ങനത്തെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നു. എസ്പെഷ്യലി ഇവർ കൊളാബറേഷൻ ചോദിച്ചു എന്നുള്ളത് ഈ ഡോക്ടറും പറയുന്നു. നേരത്തെ ഒരു സ്റ്റാഫ് സംസാരിച്ചാൽ അത് സ്റ്റാഫാന്ന് വിചാരിക്കും. ഇത് ഈ ഡോക്ടർ പറയുന്നു ഈ കൊളാബിനെ കുറിച്ച് ഇവർ ചോദിച്ചിട്ടുണ്ട്. വേറൊരു സ്ഥാപനം ഇവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ഇവർ ഈ ട്രീറ്റ്മെൻറ്റ് ഡീറ്റെയിൽസ് ചോദിച്ചതാണ്. ഈ ട്രീറ്റ്മെൻറ്റ് ഡീറ്റെയിൽസ് ഓക്കെ, അത് ഒരു പേഷ്യൻറ്റിന് കൊടുക്കുക എന്നുള്ളത് ഒരു ക്ലിനിക്കിൻ്റെയും ഒരു ഡോക്ടറുടെയും റെസ്പോൺസിബിലിറ്റി തന്നെയാണ്. അതൊന്നും ഇവർക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. ഓക്കെ, ആ ക്ലിനിക്കിൽ ആ ഡോക്ടറിൻ്റെ ട്രീറ്റ്മെൻറ്റ് നിർത്തിയ ഒരു രോഗി പോകുമ്പോൾ ഡെഫിനറ്റ്ലി ഈ ഡോക്യുമെൻറ്റ്സ് ഇവർ ഹാൻഡ് ഓവർ ചെയ്യണം. ഫൈൻ. പക്ഷേ ഒച്ചയും വിളി ഉണ്ടാക്കി കച്ചറ ഉണ്ടാക്കി മനസ്സിലായി, അങ്ങനത്തെ സീൻ ഉണ്ടായപ്പോൾ ഇവരിത് കൊടുത്തില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ആ മെറ്റാ ക്ലാസ് വെച്ചിട്ട് ഇവരെ വീഡിയോ എടുത്തതിൽ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യാൻ നമുക്ക് കുറച്ച് ദിവസം വേണം. ഓക്കെ, ഇനിയിപ്പോൾ അവരിട്ടപ്പോൾ അവരുടെ നല്ല വശം മാത്രം ഇട്ടോന്ന് നമുക്കറിയില്ല. ഈ പറഞ്ഞ കല്യാണി ഇട്ട മെറ്റാ ക്ലാസ് വെച്ചെടുത്ത വീഡിയോനകത്ത് അവരുടെ സൈഡിൽ അവർ ക്ലിയറാണ്. അവരവിടെ ഒച്ചപ്പാടും വിളി ഉണ്ടാക്കിയിട്ടില്ല. അവരങ്ങോട്ട് ബില്ല് ചോദിക്കുന്നു, ഡോക്യുമെൻറ്റ്സ് ചോദിക്കുന്നു, ഇവരത് ഡോക്യുമെൻറ്റ്സ് ഡോക്ടർ കൊണ്ടുപോയി എന്ന് പറയുന്നു, ബില്ല് അവർ ടൈം എടുത്ത് അയച്ചു തരാമെന്ന് പറയുന്നു.
പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒപ്പിട്ട് കൊടുത്തപ്പോഴും ഇത് അയച്ചു കൊടുക്കാമെന്ന് പറയുന്നു. പിന്നെ ബില്ല് കംപ്ലീറ്റ്ലി അയച്ചു കൊടുക്കുന്നു. ഡോക്യുമെൻറ്റ്സ് കിട്ടിയിട്ടില്ല എന്നാണ് കല്യാണി പറയുന്നത് ഇപ്പോഴും. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിൽ ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ പോലീസ് കേസും വിഷയമായതുകൊണ്ട് ഇനി കോടതിയിലെ ഈ രേഖകൾ വരാൻ സാധ്യതയുള്ളൂ. ഇത് കല്യാണം എടുത്ത് പുറത്തിട്ടാലോ ഹോസ്പിറ്റലിൽ എടുത്ത് പുറത്തിട്ടാലോ വീണ്ടും അടുത്ത ആൾ മറ്റേ ആൾക്കെതിരെ കേസ് കൊടുക്കും. കാരണം പേഴ്സണൽ ഡാറ്റയാണ്. ഒരു ഡോക്ടർക്ക് ഒട്ടും ഒരു ഹോസ്പിറ്റലിന് ഒട്ടും ഒരു പേഷ്യൻ്റെ ഡീറ്റെയിൽസ് എടുത്ത് പുറത്തിടാൻ പറ്റില്ല. ഇവരിനി എന്തിന് ട്രീറ്റ്മെൻറ്റിന് വന്നു, ഏത് തരം ട്രീറ്റ്മെൻറ്റുകളാണ് ഇവർക്ക് കൊടുത്തത്, ഇതൊന്നും പുറത്തിടാൻ പറ്റില്ല. കല്യാണിക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഡാറ്റാസ് ഇടേ ഞാൻ ഇന്ന ട്രീറ്റ്മെൻറ്റ് എടുത്തു എന്നുള്ളത് പുറം ലോകത്തിനെ കാണിക്കാം. പക്ഷേ ഡോക്ടർക്കോ ക്ലിനിക്കിനോ കൊടുക്കാൻ പറ്റില്ല, പുറത്തിടാൻ പറ്റില്ല, പേഷ്യൻറ്റിനെ കൊടുക്കാൻ പറ്റും. ഇതെന്ന് പറയുക കാണുന്നത് നമ്മളിപ്പോൾ ഇരുന്ന് ഇങ്ങനെ ഇരിക്കേണ്ടി വരും. മറ്റേ സിനിമയുടെ ക്ലൈമാക്സ് കാണുന്ന മാതിരി ഇതെപ്പോൾ കിട്ടും, എന്ത് ട്രീറ്റ്മെൻറ്റ് എടുത്തു എന്ന് അറിയേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിട്ട് അത് നിയമപരമായിട്ട് കയറിയില്ല ഈ ഒരു ഐറ്റം. ഇനിയിപ്പോൾ ഡോക്ടറുടെ വേഷം പറയുന്നത് കേൾക്ക്, കല്യാണിയുടെ വേഷം പറയുന്നത് കേൾക്കുക എന്നുള്ളതേ നമുക്കുള്ളൂ. കല്യാണി പിന്നെ ഓൾറെഡി പറഞ്ഞു ഇനി കേസും കൂട്ടം കോടതിയിൽ നിന്ന് വിധിയായിട്ടല്ലാതെ ഇനി വേറൊരു വീഡിയോയിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കില്ല എന്നാണ് കല്യാണിയുടെ വേഷം. ഡോക്ടർ പറയുന്നത് ഇങ്ങനെ അറ്റ്ലീസ്റ്റ് ഇവർ ഈ ഓടി അവിടെ ഒച്ചയും വിളി ഉണ്ടാക്കി കച്ചറ ഉണ്ടാക്കി മെറ്റാളാസ് വെച്ച് ഇതിൻ്റെ ഉള്ളിൽ കൂടി ഓടി എന്നൊക്കെ പറഞ്ഞതിൻ്റെ വീഡിയോസ് വേണമെങ്കിൽ ഇവർക്ക് പുറത്തിടാം. ഓക്കെ, അതിനിപ്പോൾ ഒന്നുമില്ലല്ലോ. അവർ സ്ഥാപനത്തിൽ വന്ന് അതിക്രമം കാണിച്ചതിൻ്റെയും അവരുടെ സ്റ്റാഫുകളോട് കൊളാബറേഷൻ ചോദിച്ചതിൻ്റെയും ആ ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പുറത്തിടാമല്ലോ. അതിന് വിഷയമില്ലല്ലോ. അത് നിങ്ങൾക്ക് പുറത്തിടാം. അത് ലീഗലി അത്ര വിഷയമുള്ള കാര്യങ്ങളല്ല. ഓക്കെ, കല്യാണി വെല്ലുവിളിച്ചതാണ് ഈ സ്ഥാപനത്തിലെ ഡോക്ടറെയും ഈ സ്ഥാപനത്തിലുള്ളവരെയും. കൊളാബറേഷൻ ചോദിച്ചതിൻ്റെ പ്രൂഫുകളുണ്ടോ? വേറൊരു ക്ലിനിക്ക് ഇവർക്ക് ഫ്രീ ആയിട്ട് ട്രീറ്റ്മെൻറ്റ് ഓഫർ ചെയ്തു എന്ന് ഡോക്ടർ പറയുമ്പോൾ ആ ക്ലിനിക്ക് ഏത്, അങ്ങനെ ഒരു ഓഫർ ഇവർക്ക് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളതിൻ്റെ കുറച്ചൊക്കെ ഡീറ്റെയിൽസ് ഇവർ പുറത്തുവിടേണ്ട പ്രൂഫായിട്ട്. ഇല്ലെങ്കിൽ ചുമ്മാ ഒരാൾക്കെതിരെ അലിഗേഷൻ എടുത്തിടുക എന്നുള്ളതല്ലേ. കല്യാണം വന്നപ്പോൾ വളരെ ക്ലിയർ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനിൽ ഡോക്യുമെൻറ്റ്സ് കൊടുക്കാമെന്ന് പറഞ്ഞ് എഴുതി കൊടുത്തതും പിന്നെ കംപ്ലീറ്റ് ബില്ല് അയച്ചതും അവർക്ക് അവരുടെ മെഡിക്കൽ ഹിസ്റ്ററി ഇതുവരെയായിട്ട് കൊടുക്കാത്തതിൻ്റെ. ഇപ്പോൾ വെർബലി പറഞ്ഞു പോയിട്ട് കാര്യമില്ല. ഡോക്ടറും ഈ ക്ലിനിക്കും അതിൻ്റെ കൃത്യമായ തെളിവുകൾ ലൈക്ക് പബ്ലിക്കിനെ കാണിച്ചാൽ കൺവിൻസിങ് ആവും. പക്ഷെ ഇനിയിപ്പോൾ കാണിക്കാൻ പറ്റുമോ ഇല്ല എന്നുള്ള അറിയില്ലല്ലോ നമുക്ക്. വ്യാജ ഡോക്ടറാണെങ്കിൽ 15 കൊല്ലം ഞാനാണെങ്കിൽ എന്തോരം ഇന്റർവ്യൂസ് ഓരോ മീഡിയ ചാനൽസ് ഞാൻ കൊടുത്തിങ്ങനെ വെറുതെ വ്യാജ ഡോക്ടർമാരാണെങ്കിൽ ഇത് നടക്കും. നിങ്ങൾക്ക് അപ്പൊ തന്നെ അന്വേഷിച്ചിട്ട് പറയുന്നില്ല. 8 മാസം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഇതൊക്കെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യണം. ഇനി എല്ലാ ട്രീറ്റ്മെന്റ്സിന്റെ ഇടയിലും എന്തെങ്കിലുമൊക്കെ ഓരോ എൻഡോഴ്സ്മെന്റ് ഓരോന്നിങ്ങനെ ചെയ്തു വരും. അപ്പൊക്കെ ഞാൻ പറയും ചെയ്യില്ലേ കൃത്യമായിട്ട് ഇന്ന സമയത്ത് ഇന്ന ട്രീറ്റ്മെന്റ് തീർന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ഒരു സ്റ്റെബിലിറ്റി കിട്ടും റിസൾട്ട്സിന്. പോലീസിന് കേസ് കൊടുത്തു, നമ്മൾ ബില്ല് കൊടുത്തിട്ടില്ല, അതൊക്കെ ശുദ്ധ നുണയോ. നമ്മളിങ്ങനെ ബില്ല് കൊടുക്കാണ്ടിരിക്കുന്ന ഇവിടെ നിന്ന് വല്ല ക്യാഷ് പേയ്മെന്റ്സ് ഉണ്ടോ? ഇത്രയും ക്ലിനിക്സ് ഓടുന്ന ആൾക്കാർക്ക് എങ്ങനെ ക്യാഷ് ആയിട്ട് ബ്ലാക്ക് മണി ഒക്കെ കിട്ടും? അതൊന്നുമല്ല, ഫുൾ ആയിട്ടുള്ള ഡോക്യുമെന്റ് ബില്ലുകൾ. അവർ രജിസ്റ്റേർഡ് പോസ്റ്റ് നമ്മുടെ അഗേൻസ്റ്റ് ഒരു കാര്യത്തിന് അയച്ചപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളുടെ ബില്ലുകൾ എല്ലാം വാട്സാപ്പ് വഴി ഷെയർ ചെയ്ത ഹാർഡ് കോപ്പീസ് തന്നിട്ടുണ്ട്. എല്ലാവരും TRP ഒക്കെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചെയ്ത് ഇങ്ങനെ നിൽക്കുന്ന ഒരു ബ്രാൻഡിന് ഇങ്ങനെ ഒരാള് കച്ച കെട്ടി ഇറങ്ങിയെങ്കിൽ നമുക്കത് ആക്കാം. ഇത് ആ കുട്ടിയുടെ മുഖത്തിന് എന്താ പറ്റിയേ? വല്ല പിമ്പിൾ വന്നോ, പാട് വന്നോ, കറുത്തു പോയോ, എന്താ പറ്റിയത്? അതെന്താ എന്താ പറ്റിയെന്ന് പറയാത്തത്? നമ്മൾ ബില്ല് കൊടുത്തിട്ടില്ലാന്നോ? നമുക്ക് എത്ര വട്ടം വേണമെങ്കിലും ബില്ല് കൊടുക്കാലോ. ഇത് എനിക്ക് കാര്യം ഞാൻ പറയാം, ആ കുട്ടിയുടെ മെഡിക്കൽ ഹിസ്റ്ററി ഞാൻ പുറത്ത് വിട്ട് കഴിഞ്ഞാൽ ഇവിടെ എല്ലാവർക്കും നാട്ടുകാർക്ക് മനസ്സിലാവും ഇത് എന്തേ കുട്ടിക്ക് ചെയ്തു കൂട്ടണെന്നുള്ളത് യൂട്യൂബ് വഴി. അത് എന്റെ ഒരു എത്തിക്സിനെ, ഒരു ഡോക്ടറല്ലേ ഞാൻ, ഒരു ക്ലയന്റ്, നമ്മൾ ഒരു പേഷ്യന്റോ ക്ലയന്റോ നമ്മളെ വിളിച്ചിട്ട് ഒരു മീഡിയ പ്ലാറ്റ്ഫോമിൽ യൂട്യൂബോ അങ്ങനെ ചാനൽസോ അങ്ങനെ ഒന്നും നമുക്കില്ല. പക്ഷെ ഞങ്ങൾക്ക് പുറത്ത് വന്നെങ്കിൽ അത് ലീഗലി ഞങ്ങൾക്കൊരു കേസായിട്ട് പറയുകയാണെങ്കിൽ 100% ഞാൻ പുറത്ത് കാരണം കുട്ടിയുടെ എഗെയിൻസ്റ്റ് ഉള്ള എന്താ ഞങ്ങൾ മെഡിക്കൽ കുട്ടി എന്തുകൊണ്ട് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നതും ഇതിന് മുന്നേ ഞങ്ങൾക്ക് വരുമ്പോൾ ഇതിന്റെ അവസ്ഥ എന്തായിരുന്നത്, അതിന് മുന്നേ പിന്നെ കേട്ടിരിക്കുന്ന സ്റ്റിറോയിഡിന്റെ കണ്ടന്റുകളെല്ലാം ഇതിന് എന്നെ വന്ന് കാണുമ്പോൾ കരച്ചിലൂടെ പറ്റരുതോ. ഇതിന് തൊട്ട് മുന്നേ തന്നിരിക്കുന്ന ക്ലിനിക്കിന്റെ എന്താ പറയുക എന്റെ മോചനം ചെയ്തു അത് ചെയ്തു എന്തെങ്കിലും അറിയോ. സ്ഥലത്തുനിന്ന് ഒരു കുറ്റം പറഞ്ഞാൽ അടുത്ത ഒന്ന് ശരിയാക്കി അടുത്ത സ്ഥലത്ത് പോയിട്ട് വേറെ കുറ്റം പറയാം. ഇതൊരു സൈക്കിൾ കൂടെ പോകുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത്. പിന്നെ ഞങ്ങളത് അഡ്രസ് ചെയ്യാൻ എന്തായാലും ഇങ്ങനെ ഒരു ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളിങ്ങനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അവസാനത്തെ ആഴ്ചയിൽ എനിക്ക് 3 ലക്ഷം ഫോളോവേഴ്സ് ഉണ്ട്. ഞാൻ കാണിച്ചു തരുന്നുണ്ട് ഈ 3 ലക്ഷം ഫോളോവേഴ്സ് ഉണ്ടെന്ന് ഈ നാട്ടിൽ ഞങ്ങൾ ആദ്യം എന്താ പറയുക ആയിക്കോട്ടെ. ഈ 3 ലക്ഷം ഫോളോവേഴ്സ് തന്നെ ഞങ്ങൾ എന്ത് ചെയ്യും? ഒന്നും ഇല്ലല്ലോ. നാട്ടിലെ നിയമം അങ്ങനെയൊക്കെയാണോ ഞങ്ങൾ ഭീഷണിപ്പെടുത്തുന്നത്? ആ രീതിയിലാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു യൂട്യൂബർ വന്ന് പറഞ്ഞത് കൊണ്ട് എന്റെ റെപ്യൂട്ടേഷൻ എത്രത്തോളം ഇതാക്കുന്നു. കാരണം ഞങ്ങൾ സെറ്റ് ഓഫ് ക്ലയൻസ് ആണെങ്കിലും അതിപ്പോ ഇത് ഇപ്പൊ അങ്ങനെ ഒരു ഭാഗ്യം കേടും ഇതിന് ഒരുപാട് വന്ന സിസ്റ്റം ലെവല് അവരുടെ ഒരു
ഒരു ഇന്റൻഷൻ വേണ്ടി അവർ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നതിന്റെ പേര് നമ്മളിപ്പോ ഒരു 15 കൊല്ലം അന്തസ്സായിട്ട് ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഒരു ബുദ്ധിമുട്ട് വന്നാൽ ഓക്കെ, ബുദ്ധിമുട്ട് ഇത്ര അളവ് മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങൾക്ക് നിയമപരമായിട്ട് വേണമെങ്കിൽ നിൽക്കാം. ഇവിടെ ഡോക്ടർ പറയുന്ന കാര്യങ്ങൾ ഇവരുടെ സ്റ്റിറോയിഡിൻ്റെ ട്രേസുകൾ ഒരു അത് ചെക്ക് ചെയ്ത സമയത്ത് ഉള്ളതിൻ്റെ പ്രൂഫുകൾ എന്താണെങ്കിലും ഓബിയസ്ലി അതിൻ്റെ ടെസ്റ്റിംഗ് റിപ്പോർട്ടുകൾ ഇവരുടെ കയ്യിലുണ്ട്. അതൊക്കെ ഈ കിടക്കുന്നത് ഈ പേഷ്യൻറ്റിൻ്റെ ഡാറ്റാബേസിനകത്താണ്. പിന്നെ ഇവരെടുത്ത ട്രീറ്റ്മെൻറ്റുകൾ എന്താണെന്ന് പറഞ്ഞാൽ ഞെട്ടും. അത് ഞാൻ ക്യൂരിയസ് ആണ്. കാരണം മുഖത്തുള്ള ഈ ഒരു ഹെറിഡിറ്ററി ആയിട്ടുള്ള ഒരു പാടിന് വേണ്ടി മാത്രം പോയി ലക്ഷങ്ങൾ ചിലവാക്കിയ ബ്യൂട്ടി വ്ളോഗർ എന്ന് പറയുമ്പോൾ സംവെയർ ഐ ഫീൽ ലൈക്ക് അത് മാത്രമല്ല, ഗ്ലൂട്ടാത്തയോൺ അടക്കം പല ട്രീറ്റ്മെൻറ്റുകളും എടുത്തിട്ടുണ്ടാവും. അതിൻ്റെ ഡീറ്റെയിൽസ് ആയിരിക്കും ചിലപ്പോൾ ഇവരുടെ ഡാറ്റാബേസിലുള്ളത്. അതിപ്പോൾ ഇനിയിപ്പോൾ ഓബിയസ്ലി ഇവർക്ക് പ്രൂവ് ചെയ്തേ പറ്റൂ സോഷ്യൽ മീഡിയയിൽ ജനങ്ങളെ മുന്നിൽ നിന്നാണെന്നുണ്ടെങ്കിൽ. കാരണം 15 കൊല്ലത്തെ അവരുടെ ക്രെഡിബിലിറ്റി പോകുന്നുള്ളൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ അവരത് ചിലപ്പോൾ പുറത്തിടുമായിരിക്കും. ലീഗലിയുള്ള സാധനങ്ങൾ ചിലപ്പോൾ നോക്കാതെ തന്നെ ചിലപ്പോൾ അവരത് പുറത്തിടുമായിരിക്കും. പിന്നെ ഇവർ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന സമയത്ത് തന്നെ ഇവർ വേറെ എൻഡോഴ്സ്മെൻറ്റുകൾ ചെയ്ത് ഒരു കോഴ്സ് ഒരു ടൈം നമ്മൾ ഒരു കോഴ്സ് ചെയ്യുകയാണ്, ഒരു മെഡിക്കേഷൻ ചെയ്യുകയാണ് ഒരു രോഗത്തിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം മാറാൻ വേണ്ടി ചെയ്യുന്ന സമയത്ത് പാരലലി നമ്മൾ വേറൊരു സാധനം കൂടി ട്രൈ ചെയ്യുമ്പോൾ രണ്ടും എഫക്റ്റ് അല്ലാത്ത രീതിയിൽ വരും, അല്ലെങ്കിൽ രണ്ടും കൂടി വേറൊരു ആഫ്റ്റർ എഫക്റ്റ് വരും. അങ്ങനത്തെ ഒരു സാധനം ഈ കല്യാണിയുടെ കേസിൽ സംഭവിച്ചിട്ടുണ്ടോ? അങ്ങനെ കുറേ മെഡിക്കൽ സാധനങ്ങൾ ഇതിനകത്ത് ഇവരുടെ ഈ പറഞ്ഞ ഡോക്യുമെൻസിനകത്ത് ഉണ്ടാവും, അല്ലെങ്കിൽ റിപ്പോർട്ടുകളിലുണ്ടാവും. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ റിപ്പോർട്ട് കണ്ടാലേ നമുക്ക് പറയാൻ പറ്റൂ, റിപ്പോർട്ട് പുറത്ത് വന്നാലേ നമുക്ക് അങ്ങനത്തെ കാര്യങ്ങൾ പറയാൻ പറ്റൂ. ലക്ഷക്കണക്കിന് രൂപയ്ക്ക് ഈ ഒരു പാട് മാറ്റാനുള്ള ട്രീറ്റ്മെൻറ്റാന്നുള്ളത് സ്റ്റിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. ആൻഡ് എഗെയിൻ ഇതിൽ ഇവർ പറയുന്നുണ്ട് വേറെ ഒരു കൊളാബറേഷൻ വേറൊരു സ്ഥാപനത്തിനുമായിട്ടുള്ള അവരുടെ ഡീറ്റെയിലുകൾ അതൊക്കെ പ്രൂവ് ചെയ്യണം. അങ്ങനത്തെ അലിഗേഷൻസ് ഒക്കെ പ്രൂവ് ചെയ്യണം. ഇപ്പോൾ ഈ കുട്ടി വന്നിരുന്ന് കറുപ്പിനെ കുറിച്ച് പറഞ്ഞു കരഞ്ഞു, കമൻസ് വന്നതിനെ കുറിച്ച് പറഞ്ഞു കരഞ്ഞു എന്നൊക്കെയാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ട സമയത്ത് അതിലെ ഇവരുടെ ക്ലിനിക്കിലെ സ്റ്റാഫ് പറഞ്ഞത്. ഇപ്പോൾ ഡോക്ടർ പറയുന്നു സെയിം കൈൻഡ് ഓഫ് തിങ്, ഇവർ വന്നിരുന്ന് ഭയങ്കര സങ്കടം പറച്ചിലാണ്. സോ എന്ത് ട്രീറ്റ്മെൻറ്റാണ് കൊടുത്തത്, എന്ത് ട്രീറ്റ്മെൻറ്റാണ് അവരെടുത്തത്? ഒരു പാടിന് വേണ്ടിയുള്ള ട്രീറ്റ്മെൻറ്റ് മാത്രം ലക്ഷങ്ങൾ പൊട്ടിച്ചോ എന്നുള്ളതൊക്കെ ഇനിയിപ്പോൾ ആ മെഡിക്കൽ റിപ്പോർട്ട് അത് പുറത്ത് വരുമോ ഇല്ല എന്നുള്ള അറിയില്ല. ബട്ട് അതാണ് മെയിൻ സാധനം. ഒരു ഗവൺമെന്റ് ഒഫീഷ്യല് എന്റെ ക്ലിനിക്കിൽ വന്ന് മെറ്റാ ഗ്ലാസ്സിൽ എടുത്ത് എല്ലാം റെക്കോർഡ് ചെയ്തു. പിന്നെ നമ്മൾ സാർ ഇത് റെക്കോർഡ് ചെയ്യാൻ പാടില്ല, ശരിയല്ല. കാരണം പല അത് മാറും. ഞങ്ങൾക്ക് വി ഹാവ് എ CCTV ഫുട്ടേജ് ഓഫ് ദാറ്റ്. ലൈക്ക് ഹി കെയിം ബാഡ്ജ് ഇൻ ടു ദ ക്ലിനിക്. ആ ക്ലിനിക്കിന്റെ ഏറ്റവും വരെ എല്ലാം മെറ്റാ ഗ്ലാസിന്റെ ഷൂട്ട് ചെയ്യുന്നു. അപ്പൊ ഞങ്ങൾ അങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ഹലോ, ഞങ്ങൾ പ്രൈവസി പോളിസിന്റെ ഒരു ക്ലയന്റ് ഞാൻ ഡോർ തുറക്കുകയാണെങ്കിൽ അവർ ലേസർ ചെയ്യുകയാണെങ്കിൽ തുണി എന്തെങ്കിലും കുറഞ്ഞ് കിടക്കുകയാണെങ്കിൽ നിങ്ങളുടെ മെറ്റാ ഗ്ലാസ് അത് പതിഞ്ഞാലോ. അത് മാത്രമല്ല, എന്റെ ഷർട്ടിനെ നമ്മളൊക്കെ ചിലപ്പോൾ സമയത്ത് ക്ലിനിക്കിൽ നടക്കുമ്പോൾ കോട്ട് ഊരുകയാണെങ്കിൽ ചെറിയൊരു ട്രാൻസ്പെറൻസി ഒക്കെ ചിലപ്പോൾ നമ്മുടെ ഷർട്ടിനുണ്ടായിരിക്കും. എപ്പോഴും കോട്ട് ഇടുമ്പോൾ കോട്ടൊന്ന് ഊരിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ഷർട്ടിന്റെ ഉള്ളിൽ കൂടെ നമ്മുടെ അണ്ടർഗാർമെന്റ്സ് ഒക്കെ കാണാം. ഡോക്ടർ അവിടെ ലേഡീസ് മാത്രം നിൽക്കുന്നത് നമ്മൾ അയാൾ അതൊക്കെ മെറ്റാ ഗ്ലാസിൽ ഷൂട്ട് ചെയ്ത് പോയിട്ടുണ്ട്. എനിക്ക് അതിനോടാണ് ദേഷ്യം. അല്ലാതെ ജീവലക്ഷ്മിയുടെ ജീവിതം അപായപ്പെടുത്തിയോ അയാളുടെ ഒരു മുഖം ഞങ്ങൾ പൊള്ളിക്കുകയോ അതിലൊരു ബേൺ മാർക്ക് അതൊന്നുമില്ല. ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ വന്ന് ഇതെല്ലാം ഒന്ന് ഷൂട്ട് ചെയ്ത് ഭയങ്കരമായിട്ട് ഒച്ചപ്പാട് ബഹളം ഉണ്ടാക്കി അത് കഴിഞ്ഞിട്ട് നമ്മളെ എന്താ പറയാ ഭീഷണിപ്പെടുത്താം. 3 ലക്ഷം ഫോളോവേഴ്സ്. എനിക്ക് അതിനോടാണ് പ്രശ്നം. ആരാണ് ഭീഷണിപ്പെടുത്തിയത്? പുള്ളിക്കാരിയുടെ ഹസ്ബൻഡ് ആണോ അതോ പുള്ളിക്കാരിയാണോ? ഹസ്ബൻഡ് പുള്ളിക്കാരി കരഞ്ഞോണ്ടേ ഇരിക്കുക. പുഴുത്ത് ചാവും നിങ്ങൾ മറ്റേ ആഴ്ച ഞങ്ങൾക്ക് ഒരു ബിസിനസ്സിനകത്ത് ബുദ്ധിമുട്ടുണ്ടാവും എനിക്ക് തോന്നുന്നില്ല. കാരണം നാട്ടിലുള്ള എല്ലാ ബിസിനസ്സുകാരെ കുറിച്ചും ഇതിങ്ങനെ പോലൊരു യൂട്യൂബറോ ഇൻഫ്ലുവൻസറൊക്കെ ചിലപ്പോൾ പറയായിരിക്കും. അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ലോണം അറിയാം നമ്മൾ എത്ര നന്നായി. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ 15 കൊല്ലം സർവൈവ് ചെയ്യില്ല. ഒരാഴ്ച മുന്നേ സംയുക്ത വർമ്മ മറ്റേ ധന്യ വർമ്മയുടെ ഒരു ഇന്റർവ്യൂല് സംയുക്ത വർമ്മ ആക്ട്രസ് ഒരു 40 മിനിറ്റ് കഴിഞ്ഞ വീഡിയോ നോക്കുകയാണെങ്കിൽ എനിക്ക് അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമായിരുന്നു. കാരണം ലൈക്ക് ആ ക്ലയന്റ് സംയുക്ത വർമ്മ നമ്മുടെ അടുത്ത് എന്നെ കുറിച്ച് പറഞ്ഞൊരു കാര്യമായിരുന്നു. ലൈക്ക് പാഷന് ചെയ്യണതാണ്, ബിസിനസ്സിന് ചെയ്യുന്നതല്ല. ഇങ്ങനെയൊക്കെ ബിസിനസ് കൊണ്ടുനടക്കാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ എന്റെ പാഷന് വേണ്ടി ചെയ്തു. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത് വളരെ പ്രമുഖരായ നമ്മുടെ നാട്ടിലുള്ള ആളുകൾ എന്റെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യത്തിന് അവർ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് മനസ്സിലാവാത്ത അപ്പൊ നാട്ടിലേക്ക് ഇത് മനസ്സിലായിട്ടില്ലെങ്കിൽ ഒറ്റ ചോദ്യമുള്ളൂ, ആ കുട്ടിയുടെ മുഖത്തിന് എന്താ പറ്റിയത്? നിങ്ങൾ പഴയ യൂട്യൂബിന്റെ വീഡിയോസും പഴയ ഇൻസ്റ്റാഗ്രാമും നോക്കി ഇപ്പോഴത്തെ വീഡിയോസും കൂടെ നോക്കുമ്പോൾ എന്താ ഞാൻ എന്റെ മുഖത്ത് പാട് വരുത്തിയോ? എന്റെ പേർക്ക് ബുദ്ധിയും ബോധം ഉണ്ടെന്നുള്ള വിശ്വാസത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഇവര് ഭീഷണിപ്പെടുത്തിയ 3 ലക്ഷം ഫോളോവേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞ ഇവര് ഭീഷണിപ്പെടുത്തിയതിന്റെയും ഇവരുടെ ഹസ്ബൻഡ് ഒരു ഗവൺമെന്റ് ഒഫീഷ്യൽ ഒരു പോലീസ് ഇൻസ്പെക്ടർ, എനിക്ക് തോന്നുന്നു വെഹിക്കിൾ ഇൻസ്പെക്ടർ ആവുന്നു, അങ്ങനെ ആരോ ആണ് ഇവർ. ആ വ്യക്തി ഗവൺമെന്റ് ഒഫീഷ്യൽ കണ്ണട മെറ്റാ ഗ്ലാസ് ഇട്ട് ഇവരുടെ അതിക്രമം കാണിച്ചതും ഇടിച്ച് കയറിയതിൻ്റെയൊക്കെ വിഷ്വൽസ് CCTV ഒക്കെ ഇവർക്ക് പുറത്ത് വിടാവുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. കാരണം അതൊക്കെ വിടാമായിരിക്കും, ന്യൂസുകാരുടെ അടുത്ത് തന്നെ കൊടുത്തിട്ട് വിടാമായിരിക്കും. കാരണം അതൊക്കെ ആ ലെവൽ ഗ്രാവിറ്റി ഉള്ള ക്രൈമുകളാണ്. അപ്പോൾ കല്യാണി പറഞ്ഞതിൽ ഒരു കാര്യം നിങ്ങൾക്കെതിരെ ഭയങ്കര സ്ട്രോങ് ആണ്, അത് നിങ്ങളുടെ ബില്ലിൻ്റെ മിസ്മാച്ചും ബില്ലിൻ്റെ ഇഷ്യൂസുമാണ്.
ആ ബില്ലിൻ്റെ മിസ്മാച്ച് എന്തുകൊണ്ട് വന്നു, ബില്ല് എന്തുകൊണ്ട് കംപ്ലീറ്റ്ലി അയച്ചില്ല, ഇപ്പോഴും ഇവർക്ക് ഇവരുടെ റെക്കോർഡ്സ് എന്തുകൊണ്ട് കൊടുക്കുന്നില്ല, മെഡിക്കൽ റെക്കോർഡ്സ്, അതൊരു ചോദ്യമായിട്ട് ക്ലിനിക്കിൻ്റെ ഭാഗത്ത് നിൽക്കുന്നു. ഈ 6 അക്ക സംഖ്യയുള്ള ലക്ഷക്കണക്കിന് രൂപയുടെ ഈ ഒരു പാട് മാറ്റാനുള്ള ട്രീറ്റ്മെൻറ്റ് മാത്രമാണോ കല്യാണി എടുത്തത്? ഈ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന വഴിക്ക് വേറെ ഏതെങ്കിലും എൻഡോസ്മെൻറ്റ് ചെയ്ത സാധനങ്ങൾ തേച്ച് പണി കിട്ടിയിട്ടുണ്ടോ? ഇനി ഇവരുടെ മെഡിക്കൽ റിപ്പോർട്ട്സിൽ സ്റ്റിറോയിഡ്സിൻ്റെ ട്രേസ് എവിടുന്ന് വന്നു? അങ്ങനെ കുറേ ചോദ്യങ്ങൾ കല്യാണിയുടെ ഇതിലുണ്ട്. ഏതെങ്കിലും വേറെ ക്ലിനിക്ക് ഇവർക്ക് ഓഫർ ചെയ്തതിനെക്കുറിച്ച് കല്യാണിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഗ്ലൂട്ടാത്തയോണിനെ കുറിച്ച് സംസാരിക്കാനുണ്ടോ? ഇതൊക്കെ കല്യാണിയോടുള്ള ചോദ്യങ്ങളായിട്ട് നിൽക്കുന്നു. ഓക്കെ, ഇനിയിപ്പോൾ കോടതി കേസും പോലീസും വിഷയമൊക്കെ ആയതുകൊണ്ട് ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ഇനി വരുമോ എന്നുള്ളതൊക്കെ സംശയമാണ്. മേ ബി ക്ലിനിക്കിൻ്റെ ഭാഗത്തുനിന്ന് അവരുടെ റെപ്യൂട്ടേഷനെ ബാധിക്കുന്ന കാര്യമായതുകൊണ്ട് ചിലപ്പോൾ വന്നാൽ അവർ ചിലപ്പോൾ അവരുടെ ഭാഗത്തുള്ള തെളിവുകൾ പുറത്ത് വിട്ടാലായി. അത്രേ ഉള്ളൂ.